So let us read this question. An engine pump is used to pump a liquid of density rho continuously through a pipe of cross-sectional area A. If the speed of flow of liquid in the pipe is V, then the rate at which kinetic energy is being imparted to the liquid is. നമുക്ക് work energy power ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A pump is used to deliver water through a pipe at negligible height. നമ്മൾ ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പിലൂടെ വെള്ളം ഡെലിവർ ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ ഡെലിവർ ചെയ്യുന്ന വെലോസിറ്റി എന്നാണ് വി ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഈസ് ബീങ് ഇമ്പാർട്ടഡ് ടു ദി ലിക്വിഡ്. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്തിട്ട് വെള്ളത്തിന് പൈപ്പിലൂടെ തള്ളി വിടുകയാണ്. ഓരോ സെക്കൻഡിലും ഈ മോട്ടർ വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്ന കൈനറ്റിക് എനർജി കാണണം. ദി റേറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഈസ് ബീങ് ഇമ്പാർട്ടഡ് ടു ദി ലിക്വിഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഇവിടെ മക്കളെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മോട്ടർ ഓരോ സെക്കൻഡിലും വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ്. ഈ വെള്ളം നമ്മുടെ മോട്ടർ വെള്ളത്തിന് പൈപ്പിലൂടെ തള്ളിവിടുന്ന സ്പീഡ് എന്താണ്? വി അല്ലേ. ഓരോ സെക്കൻഡിലും മോട്ടർ വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്ന കൈനറ്റിക് എനർജി കാണണം. സോ കൺസിഡർ എ വാട്ടർ എലമെൻറ്റ് ഓഫ് ലെങ്ത് ഡി എക്സ്. നിങ്ങളിവിടെ ഒരു വാട്ടർ എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. അതിൻ്റെ ലെങ്ത് എന്താണ്? ഡി എക്സ് ആണ്. ലെറ്റ് ക്യാപിറ്റൽ എ ബി ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ്. നമ്മുടെ ഈ പൈപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് എ ആയിട്ട് എടുക്കാം. Then what is the mass of water section of length dx? ഈ ഡി എക്സ് എന്ന ചെറിയ ലെങ്ത്തുള്ള വാട്ടർ സെക്ഷൻ്റെ മാസ്, നമുക്ക് ആ മാസ് മക്കളെ ഡി എം എന്ന് അസ്യൂം ചെയ്യാം. ഈ ഒരു ഡി എക്സ് ലെങ്ത്തുള്ള വാട്ടർ സെക്ഷൻ്റെ മാസ് എന്താണ്? ഡി എം ആണ്. ആ ഡി എം എങ്ങനെയാണ് കാണുക? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ ടു ദി വോളിയം ഓഫ് ദി സ്മോൾ സെക്ഷൻ. ഈ ഒരു സ്മോൾ സെക്ഷൻ്റെ വോളിയം എന്താ മക്കളെ? ഏരിയ ഓഫ് പൈപ്പ് ഇൻ ടു ഇതിൻ്റെ ലെങ്ത്ത് ഡി എക്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ സെക്ഷന് മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്താണ്? നമുക്കതിനെ ഡി ഓഫ് കെ എന്ന് വിളിക്കാം. ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി ഇമ്പാർട്ടഡ് ടു ദി സ്മോൾ സെക്ഷൻ ബൈ മോട്ടർ. അതായത് മോട്ടർ ഈ ഒരു സ്മോൾ സെക്ഷനിലേക്ക് പ്രൊവൈഡ് ചെയ്ത കൈനറ്റിക് എനർജിയാണ് ഡി ഓഫ് കെ. ദറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി എം ഇൻറ്റു വി സ്ക്വയർ. അതിൻ്റെ വാല്യൂ നമുക്കുള്ള വരിക ഹാഫ് ഇൻറ്റു ഡി എം ഇൻറ്റു വി സ്ക്വയർ അല്ലേ. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഡി ഓഫ് കെ? ഡി ഓഫ് കെ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ഡി എമ്മിൻ്റെ വാല്യൂ എന്താണ്? ഡി എമ്മിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് റോ എ ഇൻറ്റു ഡി എക്സ്. സോ റോ എ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു വി സ്ക്വയർ. Now I am going to find the rate at which kinetic energy is imparted. ഈ ഒരു കൈനറ്റിക് എനർജി ഇതിലേക്ക് മോട്ടറാണ് ശരിക്കും ഈ ഒരു കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. മോട്ടർ വർക്ക് ചെയ്തിട്ട് വെള്ളത്തിന് കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. So the rate at which kinetic energy is imparted, that is nothing but d of k by dt. നമുക്ക് ഈ മോട്ടർ ഇതിന് മുകളിൽ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം, ആ ചെറിയ ടൈം ഡി ടി കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇമ്പാർട്ട് ചെയ്യുന്ന റേറ്റ് കിട്ടും. ദറ്റ് ഇസ് ഹാഫ് ഇൻറ്റു റോ എ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു വി സ്ക്വയർ. ഹാഫ് ഇൻറ്റു റോ എ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു വി സ്ക്വയർ. Now look at this term. നിങ്ങൾ മക്കളെ ബ്രാക്കറ്റിനകത്തുള്ള ടൈമിലേക്ക് നോക്കിയാൽ ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി ഇസ് നത്തിങ് ബട്ട് ദി വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇവിടെ ഈ ഒരു വെള്ളം ഒഴുകുന്ന വെലോസിറ്റി അല്ല ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ആ ഡി എക്സ് ബൈ ഡി ടിക്ക് പകരം എന്താ എഴുതാം? ഡി എക്സ് ബൈ ഡി ടി ഈക്വൽസ് വി. ഡി എക്സ് ബൈ ഡി ടി എന്താ മക്കളെ? വി ആണ്. ഡി എക്സ് ബൈ ഡി ടി ഇസ് വി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കൈനറ്റിക് എനർജി ഇമ്പാർട്ട് ചെയ്യുന്ന റേറ്റ് എന്തായിരിക്കും? ദ റേറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഇസ് ഇമ്പാർട്ടഡ്, that is d by dt of kinetic energy equals ആ dx by dt ക്ക് നമ്മൾ v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ഇൻറ്റു വി സ്ക്വയർ, ദറ്റ് ഇസ് വി ക്യൂബ്. സോ കൈനറ്റിക് എനർജി ഇസ് ഇമ്പാർട്ടഡ് അറ്റ് റേറ്റ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ക്യൂബ്. നമുക്ക് അങ്ങനത്തെ ഒരു ആൻസർ അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ക്യൂബ്. ഓപ്ഷൻ 1 ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ക്യൂബ്. അതാണ് തന്നെ ആൻസർ. നമുക്കിനി മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 10 kg is released on a fixed wedge inside a cart which is moved with constant velocity 10 meters per second towards right. Take initial velocity of block with respect to cart 0. Then work done by normal reaction with respect to ground on block in 2 seconds will be. ഞാൻ ക്വസ്റ്റ്യൻ മക്കളെ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 10 kg is released on a fixed wedge inside a cart which is moved with constant velocity 10 meters per second towards right. Take initial velocity of block with respect to cart 0. Then work done by normal reaction with respect to ground on block in 2 seconds will be. ഇത് മക്കളൊരു കാർട്ടാണ്.
ഈ കാർട്ട് നമ്മുടെ ഒറിസോണ്ടൽ റോഡിലൂടെ 10 മീറ്റർ പെർ സെക്കൻഡ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. കാർട്ട് ഇസ് മൂവിങ് അലോങ് ഒറിസോണ്ടൽ റോഡ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഈ കാർട്ടിനകത്തൊരു വെഡ്ജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ വെഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ 37 ഡിഗ്രിയാണ്. ഈ വെഡ്ജിൻ്റെ സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിന് മുകളിലൂടെ നമ്മൾ 10 കിലോഗ്രാം മാസുള്ളൊരു ബ്ലോക്ക് റിലീസ് ചെയ്യുന്നു. നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദി വർക്ക് ഡൺ ബൈ നോർമൽ റിയാക്ഷൻ ഓൺ ബ്ലോക്ക് ഇൻ 2 seconds as seen by an observer on ground. അതായത് ഗ്രൗണ്ടിലുള്ളൊരു ഒബ്സർവർ നോക്കുമ്പോൾ നോർമൽ ഫോഴ്സ് 2 സെക്കൻഡ് കൊണ്ട് ഈ ബ്ലോക്കിന് മുകളിൽ ചെയ്യുന്ന വർക്ക് ഇവാലുവേറ്റ് ചെയ്യണം. നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഗ്രൗണ്ടിലുള്ളൊരു ഒബ്സർവറാണ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. അയാൾ നോക്കുമ്പോൾ നോർമൽ ഫോഴ്സ് 2 സെക്കൻഡ് കൊണ്ട് ഈ ഒരു 10 കിലോഗ്രാം മാസുള്ള ബ്ലോക്കിന് മുകളിൽ ചെയ്യുന്ന വർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഡയഗ്രാം മക്കളെ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? 37 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ 37 ഡിഗ്രി അല്ലേ? അങ്ങനെ തീറ്റ 37 ഡിഗ്രി ആണെങ്കിൽ മക്കളെ സൈൻ തീറ്റ എന്താ വരിക? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് സൈൻ തീറ്റ? സൈൻ 37 ഈക്വൽ ടു 3/5. തീറ്റ 37 ഡിഗ്രിയാണ്. സോ സൈൻ തീറ്റ ഈക്വൽ ടു 3/5. വാട്ട് ഷുഡ് ബി ദി വാല്യൂ ഓഫ് കോസ് തീറ്റ? കോസ് തീറ്റ എന്താ കിട്ടുക? കോസ് തീറ്റ ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. തീറ്റ 37 ഡിഗ്രി ആയതുകൊണ്ട് സൈൻ തീറ്റൻ്റെ വാല്യൂ 3/5ഉം കോസ് തീറ്റൻ്റെ വാല്യൂ എന്താണ്? 4/5 ആണ്. നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ദി വർക്ക് ഡൺ ബൈ നോർമൽ ഫോഴ്സ് ഓൺ ബ്ലോക്ക് ഇൻ 2 seconds as seen by an observer on ground. അതായത് മക്കളെ നോർമൽ ഫോഴ്സ് 2 സെക്കൻഡ് കൊണ്ട് ഈ ബ്ലോക്കിന് മുകളിൽ ചെയ്യുന്ന വർക്ക് കാണണം. as seen by an observer on ground. Now look at the block. ഈ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് മക്കളെ ബ്ലോക്കിന് ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിന് 2 മോഷൻ കാണാൻ പറ്റും. ബ്ലോക്ക് ഈ ഒരു ഇൻക്ലൈനിലൂടെ താഴേക്ക് വരുന്നുണ്ട്. അതിനൊപ്പം ഈ ഒരു കാർട്ടിൻ്റെ കൂടെ ഒറിസോണ്ടലായിട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിലുള്ള ഒബ്സർവർ കാണുന്ന ബ്ലോക്കിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഷൻ്റെയും ഈ മോഷൻ്റെയും റിസൾട്ടൻ്റ് മോഷനാണ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ബ്ലോക്ക് നമ്മുടെ ഈ വെഡ്ജിൻ്റെ ഇൻക്ലൈനിലൂടെ ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം നമ്മുടെ കാർട്ടിൻ്റെ കൂടെ ഒറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ 2 മോഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഈ ബ്ലോക്കിന് നോക്കുമ്പോൾ ബ്ലോക്കിന് മുകളിൽ കാണുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഫോഴ്സസ് ഓൺ ബ്ലോക്ക് ആസ് സീൻ ബൈ എൻ ഒബ്സർവർ ഓൺ ഗ്രൗണ്ട്? നമുക്ക് ആദ്യം ബ്ലോക്കിന് മുകളിൽ കാണാൻ പറ്റുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ മക്കളെ ബ്ലോക്കിന് നോക്കുമ്പോൾ നമ്മുടെ നോർമൽ ഫോഴ്സ് ഇങ്ങനെയല്ല ആക്ട് ചെയ്യുക. ഈ ഒരു സർഫസിന് നോർമലായിട്ട് ആക്ട് ചെയ്യും. നോർമൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുക? ആ ഒരു സർഫസിന് നോർമലായിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ വെയിറ്റ് mg എങ്ങനെ ആക്ട് ചെയ്യുക? നമുക്കറിയാം വെയിറ്റ് mg എന്തായാലും നേരെ താഴേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഈ 2 ഫോഴ്സ് ഞാനിവിടെ വരച്ചു. ഒരു ഫോഴ്സ് നോർമൽ റിയാക്ഷനും വെയിറ്റ് mgയും. ഈ 2 ഫോഴ്സല്ലേ കാണുള്ളൂ. കാരണം എന്താണ്? ഇവിടെ സർഫസ് സ്മൂത്താണ്. സോ ഡോണ്ട് ബോദർ അബൌട്ട് ഫ്രിക്ഷൻ. എന്തായാലും ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഓരോ ഫോഴ്സ് അങ്ങ് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. പിന്നെ അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ വെയിറ്റ് mg ആണ്. ഇനി നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക. ഈ ആംഗിൾ തീറ്റ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ആംഗിൾ നമ്മുടെ ഈ ആംഗിൾ എത്ര വരും? 90. ഇത് 90 മൈനസ് തീറ്റ എന്ന് വരും. ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. സോ റിസോൾവ് mg into 2 components. ഐ എം ഗോയിങ് ടു റിസോൾവ് mg into 2 components. ഞാനിവിടെ mg മക്കളെ 2 components ആയിട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാട്ട് ഇസ് ദി കമ്പോണൻറ്റ് ഓഫ് mg? നോർമൽ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ ഒരു വെഡ്ജിൻ്റെ ഇൻക്ലൈനിന് നോർമൽ ആയിട്ടുള്ള mgയുടെ കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റ് എന്താ മക്കളെ വരിക? ഇത് mg cos തീറ്റ എന്നല്ലേ വരിക. വാട്ട് കമ്പോണൻറ്റ് ഓഫ് mg is acting along the inclined plane? ഇൻക്ലൈനിലൂടെയുള്ള mgൻ്റെ കമ്പോണൻറ്റ് ഏതാണ്? mg സൈൻ തീറ്റയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇൻക്ലൈന് നോർമലായിട്ടുള്ള mgയുടെ കമ്പോണൻറ്റ്, ദാറ്റ് കമ്പോണൻറ്റ് ഇസ് അഡ്ജസൻറ്റ് ടു തീറ്റ. ഇൻക്ലൈന് നോർമലായിട്ടുള്ള mgൻ്റെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റാണ്. അത് mg cos തീറ്റ എന്ന് കിട്ടും. നമ്മുടെ ഇൻക്ലൈനിലൂടെ വരുന്ന mgയുടെ കമ്പോണൻറ്റ് ഏതാണ്? mg സൈൻ തീറ്റ. ഇൻക്ലൈനിലൂടെ ആക്ട് ചെയ്യുന്ന mgയുടെ കമ്പോണൻറ്റ് mg സൈൻ തീറ്റ. അപ്പോൾ മക്കളെ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഈ 2 കമ്പോണൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം, നമുക്കിവിടെ നോർമൽ ഫോഴ്സ് 2 സെക്കൻഡ് കൊണ്ട് ഈ ഒരു ബ്ലോക്കിന് മുകളിൽ ചെയ്യുന്ന വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഈ ആംഗിൾ എത്രയാണ്? തീറ്റ. ഈ ആംഗിൾ എന്താണ്? തീറ്റ. ദെൻ വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ? ഈ ആംഗിൾ എന്തായിരിക്കും? ആ ആംഗിളുടെ വാല്യൂ എന്താ വരിക? ഈ ആംഗിൾ നമുക്ക് കിട്ടുന്നത് 90 മൈനസ് തീറ്റ എന്നാണ്. ഈ ആംഗിൾ എത്രയാണ് വരിക? നോട്ട് തീറ്റ, 90 മൈനസ് തീറ്റ. ആ ആംഗിളുടെ വാല്യൂ 90 മൈനസ് തീറ്റ എന്ന് കിട്ടും. ആ ആംഗിൾ 90 മൈനസ് തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം മക്കളെ. ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആണെങ്കിൽ ബാക്കി ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ നമുക്ക് തീറ്റ എന്ന് കിട്ടും. ഇത്ര ആംഗിൾ നമുക്ക് തീറ്റ എന്ന് കിട്ടി. ഈ ആംഗിൾ 90 മൈനസ് തീറ്റ. ഈ ആംഗിൾ എന്താണ്? തീറ്റ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് നോർമൽ ഫോഴ്സ് ഈ ബ്ലോക്കിന് മുകളിൽ ചെയ്യുന്ന വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്.
നിങ്ങൾ ശരിക്കും മക്കളെ നോക്കുമ്പോൾ ഈ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻക്ലൈനിലൂടെ താഴേക്ക് വരുന്നുണ്ട്. പിന്നെ അതിനൊപ്പം നമ്മുടെ കാർട്ടിൻ്റെ കൂടെ ബ്ലോക്ക് ഒറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാർട്ട് ഒറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ്. കാർട്ട് ഒറിസോണ്ടലായിട്ട് എങ്ങനെയാണ് മക്കളെ മൂവ് ചെയ്യുന്നത്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ്. കാർട്ട് ഇസ് നോട്ട് ഹാവിങ് എനി ആക്സിലറേഷൻ അലോങ് ഒറിസോണ്ടൽ ഡയറക്ഷൻ. നമ്മുടെ കാർട്ടിന് ഒറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം ഈ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാലും നമ്മൾ കാണുന്ന ബ്ലോക്കിൻ്റെ ഒരു ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻക്ലൈനിലൂടെയുള്ള മോഷൻ മാത്രമാണ്. കാരണം ഈ ഒരു ഡയറക്ഷനിൽ കാർട്ടിന് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ശരിക്കും നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ബ്ലോക്കിന് രണ്ട് മോഷൻ കാണും. ഒന്ന് ഈ ബ്ലോക്ക് ഇൻക്ലൈനിലൂടെ താഴേക്ക് വരുന്നുണ്ട്, പോരാത്തന്നെ ഈ ഒരു കാർട്ടിൻ്റെ കൂടെ ഒറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാർട്ടിൻ്റെ കൂടെ ഒറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്ന ഈ ഒരു വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈ ഡയറക്ഷനിൽ നമ്മുടെ ബ്ലോക്കിന് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ബ്ലോക്ക് ഇസ് ഓൺലി ഹാവിങ് ആക്സിലറേഷൻ അലോങ് ദി ഇൻക്ലൈൻ ഓഫ് വെഡ്ജ്. ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ. ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇതിന് ആക്സിലറേഷൻ ഉള്ളൂ. മീൻസ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബ്ലോക്ക് നോർമൽ ടു ദി വെഡ്ജ് സീറോ. ഈ ഒരു ഡയറക്ഷനിൽ നമ്മുടെ ബ്ലോക്കിന് മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? സീറോ ആണ്. കാരണം ഈ ഡയറക്ഷനിൽ നമ്മുടെ ബ്ലോക്കിന് ആക്സിലറേഷൻ ഇല്ല. ഈ ഡയറക്ഷനിൽ ബ്ലോക്കിന് മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആണ്. സോ എൻ ഷുഡ് ബി ഈക്വൽ ടു mg cos θ. അപ്പോൾ മക്കളെ എൻ്റെ വാല്യൂ എന്താവണം? എൻ്റെ വാല്യൂ mg cos θ ആവണം. ഇനി നമ്മൾ ബ്ലോക്കിന് നോക്കുമ്പോഴേ ശരിക്കും ബ്ലോക്കിന് രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണ്? എലോങ് ദി വെഡ്ജ് ആണ്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും നോർമൽ ഫോഴ്സും പെർപെൻഡിക്കുലറാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റും നോർമൽ ഫോഴ്സും പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഫോഴ്സിൻ്റെ വർക്ക് വാല്യൂട്ട് ചെയ്യുമ്പം നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയാൽ വർക്ക് എന്താകും? സീറോ ആകും. ഇവിടെ ശരിക്കും നമ്മൾ നോക്കിയാൽ ഈ ബ്ലോക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് രണ്ട് കമ്പോണൻസ് കാണാൻ പറ്റും. വൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് അലോങ് ദി ഇൻക്ലൈൻ ഓഫ് വെഡ്ജ് ആൻഡ് അതർ ഇസ് അലോങ് ഒറിസോണ്ടൽ ഡയറക്ഷൻ. നമ്മൾ നോക്കുമ്പോൾ ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ ബ്ലോക്ക് വെഡ്ജിൻ്റെ ഇൻക്ലൈനിലൂടെ താഴേക്ക് വരുന്നുണ്ട്, പോരാത്തന്നെ നമ്മുടെ കാർട്ടിൻ്റെ കൂടെ ഒറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമൽ ഫോഴ്സിൻ്റെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പം നമ്മൾ വെഡ്ജിൻ്റെ ഇൻക്ലൈനിലൂടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെഡ്ജിൻ്റെ ഇൻക്ലൈനിലൂടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഈ നോർമൽ ഫോഴ്സിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഫോഴ്സിൻ്റെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പം നമ്മൾ വെഡ്ജിൻ്റെ ഇൻക്ലൈനിലൂടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. While evaluating the work of normal force, you don't bother about the component of displacement of block along the incline of wedge, because that component of displacement is perpendicular to normal force. So you consider only the component of displacement along horizontal direction. What is the component of displacement along horizontal direction? Let S be the component of displacement along horizontal direction. S with suffix x. അതായത് ഈ ഒറിസോണ്ടൽ ഡയറക്ഷനിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻറ്റ്. അതെന്താ മക്കളെ? കാർട്ടിന് ഈ ഒരു ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? കാർട്ട് ഇസ് മൂവിങ് അലോങ് ഒറിസോണ്ടൽ ഡയറക്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 10 meter per second. Then what is the horizontal displacement of cart in 2 seconds? Cart horizontal direction 10 meter per second കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് കാർട്ടിന് ഒറിസോണ്ടൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 10 × 2 20 മീറ്റേഴ്സ് അല്ലേ? അപ്പോൾ മക്കളിവിടെ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഒരു ഡയറക്ഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റും നമ്മുടെ നോർമൽ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് എത്രയായിരുന്നു? 90 - θ. അപ്പോൾ ഈ നോർമൽ ഫോഴ്സും ഈ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 - θ. So what amount of work is done by normal force in 10 seconds? Sorry, what amount of work is done by normal force in 2 seconds? നോർമൽ ഫോഴ്സ് 2 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന വർക്കാണ് മക്കളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. So that work done equals normal force into component of displacement along x direction into cos of the angle between normal force and horizontal displacement, cos 90 - θ. What is the value of normal force? mg cos θ. നോർമൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്താ മക്കളെ? mg cos θ ആണ്. So mg cos θ into x component of displacement into cos 90 - θ is nothing but sin θ. cos 90 - θ എന്താണ്? sin θ ആണ്. So work done by normal force equals, what is the value of mass? Mass of block is 10. You do one thing, take GS 10. GS approximately 10. So 10 into, what is the value of cos θ? Cos θ is 4/5. What is the x component of displacement of block? 20 meter. അതായത് 2 സെക്കൻഡ് കൊണ്ട് ബ്ലോക്കിന് ഉണ്ടാകുന്ന x component of displacement 20 ആണ്. What is the value of sin θ? That is 3/5. sin θൻ്റെ വാല്യൂ എന്താ മക്കളെ? 3/5 ആണ്. അപ്പോൾ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുക? Here 100/5. 100/5 is how much? 20. 20 into 4 is how much? 80. Then 80
80 into 20 by 5 is 4 into 3. So that is 12 into 8 into 10. 12 into 8 is how much? 96 into 10. So 960 joule. So our answer is 960 joule. നമുക്ക് ആ ആൻസർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മക്കളെ, അങ്ങനെ ആൻസർ ഉണ്ടോന്നുള്ളത്. 960 ജൂൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ. യെസ്, ഓപ്ഷൻ 2. അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ് ആൻസർ വന്നിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. A ball suspended by a thread swings in a vertical plane so that its acceleration in the extreme position and lowest position are equal in magnitude. Angle theta of thread deflection in the extreme position will be. ഇവിടെ ഒരു ത്രെഡിൻ്റെ അറ്റത്ത് നമ്മളൊരു ബോൾ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതൊരു വെർട്ടിക്കൽ പ്ലെയിനിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രീം പൊസിഷനിലുള്ള ബോളിൻ്റെ നെറ്റ് ആക്സിലറേഷനും ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും സെയിം ആണ്. എക്സ്ട്രീം പൊസിഷനിലുള്ള ബോളിൻ്റെ നെറ്റ് ആക്സിലറേഷനും ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും സെയിം ആണ്. ദെൻ വാട്ട് ഇസ് ദി ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ? അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ സ്വിങ് ചെയ്യുന്ന മാക്സിമം ആംഗിൾ കാണണം. ഇതൊരു സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് ആദ്യം ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഇതിൻ്റെ ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് എന്താണ് മക്കളെ? തീറ്റയാണ്. ഇത് ഇവിടുന്ന് നേരെ ഒരു കർവ്ഡ് പാത്തിലൂടെ സ്വിങ് ചെയ്തിട്ട് താഴേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കാം. ഇതാണ് ഇതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ, ഇതാണ് ഇതിൻ്റെ ലോവസ്റ്റ് പൊസിഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രീം പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ഇവിടെ ശ്രദ്ധിക്കാം. ഇയാൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ താഴേക്ക് അങ്ങ് സ്വിങ് ചെയ്തു. ഈ എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റി എന്താവണം? 0 ആവണം. ഓസിലേഷൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആവണം. അപ്പോൾ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എക്സ്ട്രീം പൊസിഷനിൽ ഇയാളുടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആണ്. ലോവസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ വെലോസിറ്റി എന്താകും? മാക്സിമം ആകും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എക്സ്ട്രീം പൊസിഷനിലുള്ള ബോബിൻ്റെ ആക്സിലറേഷനും ലോവസ്റ്റ് പൊസിഷനിലുള്ള ആക്സിലറേഷനും സെയിം ആണ്. അവിടെ നമുക്ക് എന്താ മക്കളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് തീറ്റ കാണണം. ലെറ്റ് വി ബി ദി വെലോസിറ്റി ഓഫ് ബോബ് അറ്റ് ലോവസ്റ്റ് പൊസിഷൻ. ലോവസ്റ്റ് പൊസിഷനിലുള്ള ബോബിൻ്റെ വെലോസിറ്റി എന്താണ്? വി ആണ്. ലെറ്റ് എൽ ബി ദി ലെങ്ത് ഓഫ് ത്രെഡ്. നമുക്ക് ആ ത്രെഡിൻ്റെ ലെങ്ത്ത് എന്തായിട്ട് എടുക്കാം? എൽ ആയിട്ട് എടുക്കാം. നമുക്ക് ആ ത്രെഡിൻ്റെ ലെങ്ത്ത് എൽ ആയിട്ട് എടുക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിൻ്റെ ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് കാണണം. ഞാൻ ഈ ത്രെഡിൻ്റെ ലെങ്ത്ത് മക്കളെ എൽ ആയിട്ട് എടുത്തു. നമ്മുടെ ബോബ് എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ലോവസ്റ്റ് പൊസിഷനിലെത്തി. ഇങ്ങനെ ബോബ് താഴേക്ക് വരുമ്പം ബോബിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എച്ച് ആണ്. ഈ ടോട്ടൽ ലെങ്ത് എൽ അല്ലേ? ഇത് മക്കളെ എച്ച് അല്ലേ? ദെൻ വാട്ട് അബൌട്ട് ദിസ് റിമൈനിങ് ലെങ്ത്? ഈ ബാക്കിയുള്ള ലെങ്ത് എന്തായിരിക്കും? നമുക്ക് എൽ മൈനസ് എച്ച് എന്ന് കിട്ടും. ഹിയർ വി ക്യാൻ സി എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് മക്കളെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മുടെ തീറ്റേൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എൽ മൈനസ് എച്ച് ആണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടനസ് എന്താണ്? എൽ അല്ലേ? നോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് കോസ് തീറ്റ? ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ കോസ് തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും? കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതായത് മക്കളെ നമുക്ക് കോസ് തീറ്റ കാണുമ്പോൾ എൽ മൈനസ് എച്ച് ബൈ എൽ എന്ന് കിട്ടും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്താൽ എച്ചിൻ്റെ വാല്യൂ എന്താ കിട്ടുക? എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഇത് നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. എന്താണ്? എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓർ എച്ച് ഈക്വൽ ടു എൽ ഇൻറ്റു എന്താണ് ഈ 1 മൈനസ് കോസ് തീറ്റ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഓർ എച്ച് ഈക്വൽ ടു 12 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അങ്ങനെ നമുക്കവിടെ നമ്മുടെ എച്ചിൻ്റെ വാല്യൂ കിട്ടി 12 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്സ്ട്രീം പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും ഈ ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും എന്താണ്? സെയിം ആണ്. വാട്ട് ആർ ദി ഫോഴ്സസ് ആക്ടിങ് അറ്റ് എക്സ്ട്രീം പൊസിഷൻ? എക്സ്ട്രീം പൊസിഷനിൽ ഇതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് ഇയാളുടെ വെയിറ്റ് mg നേരെ താഴേക്ക് ആക്ട് ചെയ്യും. വെയിറ്റ് mg എന്തായാലും താഴേക്ക് ആക്ട് ചെയ്യും. പിന്നെ ഇവിടെ ടെൻഷൻ T ഇങ്ങനെ ആക്ട് ചെയ്യും. ശരിയല്ലേ? ഈ ആംഗിൾ എന്നാൽ മക്കളെ തീറ്റയല്ലേ? സോ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റയായിരിക്കും. Now look at the motion of Bob. Bob is moving through a curved path. ഈ ബോബ് മക്കളെ മൂവ് ചെയ്യുന്നത് കർവ്ഡ് പാത്തിലൂടെയാണ്. ഒരു ബോഡി കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പം നിങ്ങൾ എങ്ങനെയാണ് ഫോഴ്സ് റിസോൾവ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫോഴ്സ് റേഡിയൽ ഡയറക്ഷനിലും ടാൻജൻഷ്യൽ ഡയറക്ഷനിലും റിസോൾവ് ചെയ്യണം. ഹിയർ ബോബ് ഇസ് മൂവിങ് അലോങ് എ കർവ്ഡ് പാത്ത്. സോ യു ഹാവ് ടു റിസോൾവ് ഓൾ ഫോഴ്സസ് അലോങ് റേഡിയൽ ഡയറക്ഷൻ ആൻഡ് അലോങ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. എനിവേ ടെൻഷൻ ഇസ് ലോങ് റേഡിയൽ ഡയറക്ഷൻ. ഇവിടെ ടെൻഷൻ റേഡിയലി ഇൻവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ ടെൻഷന് നമ്മൾ ഇനി റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് ഇസ് ദി റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് mg? നമ്മുടെ mgയുടെ റേഡിയൽ കമ്പോണൻറ്റ് എന്താണ്?
റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് എം ജി ഇസ് അഡ്ജസൻറ്റ് ടു തീറ്റ. ഈ എം ജിൻ്റെ റേഡിയൽ കമ്പോണൻറ്റ് തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ആ കമ്പോണൻറ്റ് എന്താ മക്കളെ വരും? എം ജി കോസ് തീറ്റ എന്ന് വരും. വാട്ട് ഇസ് ദി ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് എം ജി? ഈ എം ജിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ. ഇനി ഇയാൾ നമ്മുടെ ലോവസ്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് എം ജി എങ്ങനെ നമുക്ക് ആക്ട് ചെയ്യുക? വെയിറ്റ് എം ജി റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യാം. ലോവസ്റ്റ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ വെയിറ്റ് എം ജി റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇവിടെയുള്ള ടെൻഷനെ നമുക്ക് ടി ഡാഷ് എന്ന് വിളിക്കാം. ആ ടെൻഷൻ്റെ വാല്യൂ എവിടെ നിന്നാണ്? ടി ഡാഷ് ആണ്. മക്കളെ നന്നായിട്ട് മനസ്സിലാക്കുക, ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഈ നമുക്ക് അറിയാം, ഈ ബോബ് ഇങ്ങനെ കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പം അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ബോബ് കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറ്റാൻ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് വേണ്ടേ? ദാറ്റ് ഫോഴ്സ് ഇസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആ ഫോഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. ആൻഡ് ദി കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ഇസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഈ ബോബ് മൂവ് ചെയ്യുന്ന ഏത് പാത്തിലാണ്? കർവ്ഡ് പാത്തിലാണ്. ഇങ്ങനെ കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇയാളുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത മൊമെൻറ്റിൽ ഇത് ഓസിലേറ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള വെലോസിറ്റി എങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇതിന് സെൻറ്ററിലേക്ക് എന്ത് വേണം? ഒരു പുള്ളിങ് ഫോഴ്സ് വേണം. ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഇസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. സോ a net radial force is required towards center of circle to change the velocity, and that force is called centripetal force. Look at this lowest position. Tension is acting in radially inward direction and mg is acting in radially outward direction. So what is the value of net radially inward force? T dash minus mg. So here T dash minus mg provides centripetal force. ഇവിടെ മക്കളെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ടി ഡാഷ് മൈനസ് എം ജി അല്ലേ? സോ ടി ഡാഷ് മൈനസ് എം ജി ഈക്വൽസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് മാസ് ഇൻറ്റു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എം വി സ്ക്വയർ ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ മക്കളിവിടെ നന്നായിട്ട് ശ്രദ്ധിക്കാം, ഇവിടുത്തെ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ എന്താണ്? വി സ്ക്വയർ ബൈ എൽ ആണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ വി സ്ക്വയർ ബൈ എൽ ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ രണ്ട് ഫോഴ്സും റേഡിയൽ ഡയറക്ഷനിലാണ്. ടെൻഷൻ റേഡിയലി ഇൻവേർഡും എം ജി റേഡിയലി ഔട്ട്വേർഡും ആണ്. സോ അറ്റ് ദിസ് ലോവസ്റ്റ് പൊസിഷൻ നോ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോഡി അലോങ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഈ ലോവസ്റ്റ് പൊസിഷനിൽ ബോഡിയുടെ മുകളിൽ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലോവസ്റ്റ് പൊസിഷനിൽ ഈ ബോഡിയുടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണ്. At lowest position, the tangential acceleration of body is 0 and body is having only centripetal acceleration. Lowest position ബോഡിക്ക് ഏത് ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. ലോവസ്റ്റ് പൊസിഷനിൽ ബോഡിയുടെ മുകളിൽ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇവിടെ ഇതിന് മുകളിൽ റേഡിയൽ ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. Net force acting in radially inward direction is called centripetal force. What is the duty of that force? That force has to change the direction of velocity. ഇവിടുത്തെ centripetal forceൻ്റെ വാല്യൂ എന്താണ്? ടി ഡാഷ് മൈനസ് എം ജി ആണ്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈക്വൽസ് മാസ് ഇൻറ്റു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഈ ലോവസ്റ്റ് പൊസിഷനിൽ ബോഡിക്ക് ഏത് ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ എന്താ മക്കളെ? വി സ്ക്വയർ ബൈ എൽ അല്ലേ? അപ്പോൾ നമുക്ക് ആ വി സ്ക്വയർ ബൈ എൽ കാണണമെങ്കിൽ ആദ്യം വി കാണണം. വി കാണാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ബോബ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യണം. എന്താ നമ്മുടെ വർക്ക് എനർജി തിയറം പറയുന്നത്? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നെറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ ഈ ബോബ് മക്കളെ താഴേക്ക് വരുമ്പോൾ ഇതിന് മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? കാരണം ഈ ടെൻഷന് ബോബിന് മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ടെൻഷൻ ഓൺ ദി ബോബ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി ഓഫ് ബോബ് അറ്റ് ദറ്റ് ഇൻസ്റ്റൻറ്റ്. ഏത് ഇൻസ്റ്റൻറ്റിലും ബോബിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ആ ഇൻസ്റ്റൻറ്റിലുള്ള ബോബിൻ്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറാണ്. സോ ടെൻഷൻ കനോട്ട് ഡു വർക്ക് ഓൺ ബോബ്. നിങ്ങൾ നോക്കിയേ, ഈ ഇൻസ്റ്റൻറ്റിലുള്ള ടെൻഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലറാണ്. ബോബ് ഇവിടെയാണെങ്കിൽ വെലോസിറ്റി ഇങ്ങനെയും ടെൻഷൻ ഇങ്ങനെയായിരിക്കും. സോ ടെൻഷൻ ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി ഓഫ് ബോബ്. ടെൻഷൻ ആക്ടിങ് ഓൺ ദി ബോബ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി ഓഫ് ബോബ് അറ്റ് ദറ്റ് ഇൻസ്റ്റൻറ്റ്. സോ ടെൻഷൻ കനോട്ട് ഡു വർക്ക് ഓൺ ബോബ്. ഹിയർ ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഡൂയിങ് വർക്ക് ഓൺ ബോബ്. ഇവിടെ ബോബിന് മുകളിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് ഏതാ മക്കളെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ബോബിന് മുകളിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്. ബോബിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ താഴേക്കുള്ള കമ്പോണൻറ്റ് എന്താണ്? എച്ച് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. വാട്ട് ഇസ് ദി
component of displacement of bob in downward direction, that is h. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബോബിൻ്റെ മോഷനെ ഫേവർ ചെയ്യുന്നു. ബോബ് താഴേക്കാണ് വരുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്കാണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പെർഫോം ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് അല്ലേ? ആ പോസിറ്റീവ് വർക്കിൻ്റെ വാല്യൂ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോബ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീൻസ് എച്ച് ഈക്വൽ ടു change in kinetic energy. What is the kinetic energy of Bob at lowest position? Half mv square minus what is the kinetic energy of Bob at extreme position? ഈ ബോബിൻ്റെ എക്സ്ട്രീം പൊസിഷനിലുള്ള സ്പീഡ് 0 അല്ലേ? അപ്പോൾ നമ്മുടെ ബോബിൻ്റെ എക്സ്ട്രീം പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി മക്കളെ 0 അല്ലേ? ഹിയർ വി ആർ കൺസിഡറിങ് ദി മോഷൻ ഫ്രം എക്സ്ട്രീം പൊസിഷൻ ടു ലോവസ്റ്റ് പൊസിഷൻ. ഇവിടെ മക്കളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ എക്സ്ട്രീം പൊസിഷൻ നിന്ന് ലോവസ്റ്റ് പൊസിഷനിലേക്കുള്ള മോഷനാണ്. വി ആർ കൺസിഡറിങ് ദി മോഷൻ ഫ്രം എക്സ്ട്രീം പൊസിഷൻ ടു ലോവസ്റ്റ് പൊസിഷൻ. അപ്പോൾ നിങ്ങളൊന്നിവിടെ ശ്രദ്ധിക്കൂ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? എം ജി എച്ച് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്, എം ജി എച്ച് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വി സ്ക്വയറിൻ്റെ വാല്യൂ എന്താ കിട്ടുക? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് വി സ്ക്വയർ? സോ വി സ്ക്വയർ ഈക്വൽ ടു 2gh എന്ന് കിട്ടും. ഓർ വി സ്ക്വയർ ഈക്വൽ ടു 2g ഇൻറ്റു വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എച്ച്? എച്ചിൻ്റെ വാല്യൂ എന്തായിരുന്നു? ദി വാല്യൂ ഓഫ് എച്ച് ഇസ് 12 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 2l സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ആ എച്ചിൻ്റെ വാല്യൂ എന്താണ്? ദി വാല്യൂ ഓഫ് എച്ച് ഇസ് 12 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഈ ലോവസ്റ്റ് പൊസിഷനിൽ നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ആ ബോഡിക്ക് ഏത് എക്സലറേഷൻ മാത്രമേ ഉള്ളൂ? സെൻട്രിപെറ്റൽ എക്സലറേഷൻ മാത്രമേ ഉള്ളൂ. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് സെൻട്രിപെറ്റൽ എക്സലറേഷൻ അറ്റ് ലോവസ്റ്റ് പൊസിഷൻ? ലോവസ്റ്റ് പൊസിഷനിലുള്ള സെൻട്രിപെറ്റൽ എക്സലറേഷൻ്റെ വാല്യൂ എന്താണ് മക്കളെ? വി സ്ക്വയർ ബൈ എൽ അല്ലേ? വി സ്ക്വയർ ബൈ എൽ. സോ ദറ്റ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈക്വൽ ടു ലോവസ്റ്റ് പൊസിഷനിലുള്ള സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ വി സ്ക്വയർ ബൈ എൽ ആണ്. വി സ്ക്വയർ ബൈ എൽ കണ്ടാൽ എന്താ കിട്ടുക? 4g സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അറ്റ് ലോവസ്റ്റ് പൊസിഷൻ ഇസ് 4g സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ അറ്റ് ലോവസ്റ്റ് പൊസിഷൻ? At lowest position, the value of tangential acceleration is 0. So what is the net acceleration at lowest position? അതായത് ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷൻ നമുക്കതിനെ എ വിത്ത് സഫിക്സ് എൽ എന്ന് കൊടുക്കാം. The net acceleration at lowest position, that is nothing but centripetal acceleration, and that acceleration is 4g sin square theta by 2. ഇനി മക്കളെ നന്നായിട്ടൊന്നും ഇവിടെ ശ്രദ്ധിക്കാം. ഈ ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷൻ നമ്മുടെ എക്സ്ട്രീം പൊസിഷനിലുള്ള ആക്സിലറേഷൻ ഈക്വൽ ആണ്. ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷൻ ഇതിന് ഈക്വൽ ആണ്. എക്സ്ട്രീം പൊസിഷനിലുള്ള ആക്സിലറേഷൻ ഈക്വൽ ആണ്. ഈ എക്സ്ട്രീം പൊസിഷനിൽ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോബിൻ്റെ വെലോസിറ്റി എന്താണ്? 0 അല്ലേ? സോ ദി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അറ്റ് എക്സ്ട്രീം പൊസിഷൻ ഇസ് 0. എക്സ്ട്രീം പൊസിഷനിൽ ബോബിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിലുള്ള സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആ വി സ്ക്വയർ ബൈ എല്ലിൻ്റെ വാല്യൂ എന്താകും? 0 ആകും. എക്സ്ട്രീം പൊസിഷനിൽ വി 0 ആണ്. At extreme position, body is only having tangential acceleration. Extreme positionൽ ബോഡിക്ക് ഏത് ആക്സിലറേഷൻ മാത്രമേ കാണത്തുള്ളൂ? ടാൻജൻഷ്യൽ ആക്സിലറേഷനെ കാണത്തുള്ളൂ. So the acceleration at extreme position A with suffix C, that is only tangential acceleration. എങ്ങനെയാണ് മക്കളെ നമ്മൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണുക? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണാൻ ഫോഴ്സിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിനെ ബോഡീൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എം ജി സൈൻ തീറ്റ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ്. എം ജി സൈൻ തീറ്റ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ്. സോ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സസ് എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം. സോ അറ്റ് എക്സ്ട്രീം പൊസിഷൻ ദി ആക്സിലറേഷൻ ഇസ് നത്തിങ് ബട്ട് ജി സൈൻ തീറ്റ. എക്സ്ട്രീം പൊസിഷനിലെ ആക്സിലറേഷൻ എന്താ മക്കളെ? ജി സൈൻ തീറ്റയാണ്. ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എക്സ്ട്രീം പൊസിഷനിലുള്ള ആക്സിലറേഷനും നമ്മുടെ ലോവസ്റ്റ് പൊസിഷനിലുള്ള ആക്സിലറേഷനും സെയിം ആണ്. ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദി നെറ്റ് ആക്സിലറേഷൻ അറ്റ് എക്സ്ട്രീം പൊസിഷൻ ഈക്വൽ ടു നെറ്റ് ആക്സിലറേഷൻ അറ്റ് ലോവസ്റ്റ് പൊസിഷൻ. ദെൻ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ആംഗുലർ ആംപ്ലിറ്റ്യൂഡ്? ഇവിടെ എക്സ്ട്രീം പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും ലോവസ്റ്റ് പൊസിഷനിലുള്ള നെറ്റ് ആക്സിലറേഷനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിതിൻ്റെ ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദി ആക്സിലറേഷൻ അറ്റ് എക്സ്ട്രീം പൊസിഷൻ? ജി സൈൻ തീറ്റ ഈക്വൽ ടു what is the net acceleration at lowest position? 4g sin square theta by 2. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ജിയും ജിയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഞാൻ ആ ജിയും ജിയും ക്യാൻസൽ ചെയ്തു. നൗ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് 2 sin theta by 2 cos theta by 2. ആ സൈൻ തീറ്റ മക്കളെ നമുക്ക് എങ്ങനെ എഴുതാം? 2 sin theta by 2 cos theta by 2. സോ 2 sin theta by 2 cos theta by 2.
ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 4 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇത് മക്കളെ സോൾവ് ചെയ്ത് വരുമ്പം ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 വരും. ഈ സൈൻ തീറ്റ ബൈ 2ഉം സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ൻ്റെ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോസ് തീറ്റ ബൈ 2 കാണും. കോസ് തീറ്റ ബൈ 2 ഈക്വൽ ടു നമുക്ക് എന്താ മക്കളെ കിട്ടുക? 4 by 2 is 2. 2 sin theta by 2. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ 2 ഈക്വൽ ടു 2 sin theta by 2. So sin theta by 2 by cos theta by 2 is nothing but tan theta by 2. So tan theta by 2 equal to 1 by 2. നമുക്കിവിടെ tan theta by 2 മക്കളെ 1 by 2 എന്ന് കിട്ടും. tan theta by 2ൻ്റെ വാല്യൂ 1 by 2 എന്ന് കിട്ടും. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റ ബൈ 2 എന്തായിരിക്കും? തീറ്റ ബൈ 2 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 by 2. ദി വാല്യൂ ഓഫ് തീറ്റ ബൈ 2 ഇസ് ഹൗ മച്ച്? ടാൻ ഇൻവേഴ്സ് 1 by 2. സോ ദി വാല്യൂ ഓഫ് തീറ്റ കംസ് ടു ബി 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് 1 by 2. ഇവിടെ തീറ്റൻ്റെ വാല്യൂ എന്താ കിട്ടുക? 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് 1 by 2 എന്ന് കിട്ടും. തീറ്റ ഈക്വൽസ് 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് 1 by 2. അങ്ങനെ മക്കളെ ഒരു ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഓപ്ഷൻ 1. 2 times tan inverse 1 by 2. The value of theta is 2 times tan inverse 1 by 2. So let us look at this question. The potential energy function associated with the force F 4xy I cap plus 2x square j cap. ഇവിടെ മക്കളെ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് അവരൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്. പൊസിഷൻ അനുസരിച്ച് വാരി ചെയ്യുന്നൊരു ഫോഴ്സാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു പൊസിഷൻ അനുസരിച്ച് വാരി ചെയ്യുന്ന ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ പറയുന്നത് ഇവിടെ ഫോഴ്സ് പൊസിഷൻ അനുസരിച്ച് വാരി ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ഈക്വൽ ടു 4xy I cap പ്ലസ് 2x square j cap. നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ കാണണം. നമുക്കറിയാം, whenever conservative force performs positive work on a body, its potential energy will decrease. അതായത് മക്കളെ കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ the work done by conservative force equal to negative of change in potential energy. Work done by conservative force equal to negative of change in potential energy. ആ നെഗറ്റീവ് സൈൻ എന്താ കാണിക്കുന്നത്? കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഹിയർ പാർട്ടിക്കിൾസ് മൂവിങ് അലോങ് XY പ്ലെയിൻ. എന്തായാലും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് XY പ്ലെയിനിലൂടെയാണ്. അപ്പോൾ പാർട്ടിക്കിൾ XY പ്ലെയിനിലൂടെ മൂവ് ചെയ്യും. ഈ പാർട്ടിക്കിളുടെ പൊസിഷൻ വെക്ടർ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ് എന്ന് എഴുതാൻ മേലെ. ആർ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ്. ലെറ്റ് ഡി ആർ ബി ദി സ്മോൾ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ ഡ്യൂറിങ് ദി മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ സ്മോൾ ടൈം ഡി ടി. ഈ പാർട്ടിക്കിളിന് മേളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിളുടെ പൊസിഷൻ വെക്ടറിൽ ഡി ടി എന്ന വളരെ ചെറിയ ടൈമിൽ ഉണ്ടാകുന്ന ഒരു മൈന്യൂട്ട് ചേഞ്ചാണ് ഡി ആർ. സോ ഡി ആർ ഈക്വൽ ടു മക്കളെ ആറിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ് അല്ലേ. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഡി ആർ? ഡി ആർ ഈക്വൽ ടു ഡി എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡി വൈ ഇൻറ്റു ജെ ക്യാപ്. സോ ഡി ആർ ഈക്വൽ ടു ഡി എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡി വൈ ഇൻറ്റു ജെ ക്യാപ്. ഈ വാരിയിങ് ഫോഴ്സിൻ്റെ വർക്ക് കാണാൻ നമ്മൾ എഫ് ഡോട്ട് ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ? ഇവിടെ മക്കളെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. എക്സും ഈ വൈയും മാറുന്നതോറും ഫോഴ്സ് മാറുന്നുണ്ട്. വാരിയിങ് ഫോഴ്സിൻ്റെ വർക്ക് കാണാൻ നമ്മൾ എഫ് ഡോട്ട് ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് എഫ് ഡോട്ട് ഡി ആർ എന്ന് കാണാം. എഫ് ഡോട്ട് ഡി ആർ, വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എഫ് ഡോട്ട് ഡി ആർ? ഇവിടെ നമ്മുടെ എഫ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ മക്കൾ എന്താ വരിക? ഐ ഡോട്ട് ഐ 1. സോ 4xy ഇൻറ്റു ഡി എക്സ്. ഐ ഡോട്ട് ജെ 0, ജെ ഡോട്ട് ഐ 0, ജെ ഡോട്ട് ജെ 1. സോ പ്ലസ് 2x സ്ക്വയർ ഇൻറ്റു ഡി വൈ. നിങ്ങൾ ഈ ടൈം മക്കളെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കും. ഈ എഫ് ഡോട്ട് ഡി ആറിനെ ഞാൻ എന്താണ്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടി പോവാണ്. എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 2x സ്ക്വയർ ഇൻറ്റു ഡി വൈ പ്ലസ് 4xy ഇൻറ്റു ഡി എക്സ്. യു ഡു വൺ തിങ്, ജസ്റ്റ് ട്രീറ്റ് 2x സ്ക്വയർ as ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് y as സെക്കൻഡ് ഫംഗ്ഷൻ. മക്കൾ ഇതിനകത്ത് ഈ 2x സ്ക്വയറിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും വൈനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും ട്രീറ്റ് ചെയ്യാം. നമ്മുടെ 2x സ്ക്വയറിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും വൈയെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും ട്രീറ്റ് ചെയ്താൽ ഈ 2x സ്ക്വയറിൻ്റെയും വൈൻ്റെയും
പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ പറ്റുന്നത്. So you do one thing, just consider 2x square as first function and y as second function. Then the terms on right hand side is nothing but the derivative of the product of 2x square and y. നമുക്ക് മക്കളത് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാം. എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് നമ്മുടെ 2x സ്ക്വയറിൻ്റെയും വൈൻ്റെയും ഈ രണ്ടുപേരുടെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവാണ്. നമ്മൾ ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ 2x സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് dy പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ മക്കളെ? y ആണ്. y ഇൻറ്റു വാട്ട് ഇസ് ദി ഡെറിവേറ്റീവ് ഓഫ് 2x സ്ക്വയർ? 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 4x ഇൻറ്റു ഡി എക്സ് അല്ലേ? ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? y. അതിവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് 2x സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് 2x സ്ക്വയർ ഇസ് 4x ഇൻറ്റു ഡി എക്സ്. നമ്മുടെ ഈ 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 4x ഇൻറ്റു ഡി എക്സ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന 2x സ്ക്വയർ വൈൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവാണ്. നമുക്കിവിടുത്തെ ഈ വർക്ക് കാണാൻ വേണ്ടി നമ്മൾ എന്താ മക്കളെ ചെയ്യേണ്ടത്? ഈ ഒരു സാധനം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ നമുക്കിവിടെ വർക്ക് ഡൺ കാണണം. അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം ഈ എഫ് ഡോട്ട് ഡി ആറിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. നമുക്കതിന് മുന്നേ ഇവിടെ ശ്രദ്ധിക്കുക, ദി സ്മോൾ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് dw ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഈ dw എന്താ മക്കളെ? എഫ് ഡോട്ട് ഡി ആർ അല്ലേ? സോ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് ഈ സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താ കിട്ടുക? സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി du ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി du ഈക്വൽ ടു എന്താ മക്കൾ വരും? നെഗറ്റീവ് ഓഫ് എഫ് ഡോട്ട് ഡി ആർ എന്ന് വരും. നെഗറ്റീവ് ഓഫ് എഫ് ഡോട്ട് ഡി ആർ. സോ ദി പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം മക്കളെ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ ലിമിറ്റ് കൊടുക്കാണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ആഡ് ചെയ്യേണ്ടി വരും? കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. സോ നെഗറ്റീവ് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഇതിനെ നമ്മൾ ലിമിറ്റ് കൊടുക്കാണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി ഓഫ് 2x സ്ക്വയർ വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡി ഓഫ് 2x സ്ക്വയർ വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്താ കിട്ടുക മക്കളെ? നെഗറ്റീവ് ഓഫ് ആ നെഗറ്റീവ് സൈൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഇൻറ്റഗ്രൽ ഡി ഓഫ് 2x സ്ക്വയർ വൈ ദാറ്റ് ഇസ് 2x സ്ക്വയർ വൈ. നമ്മൾ ലിമിറ്റ് ഒന്നും കൊടുക്കാണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു ഡെഫിനൈറ്റ് ഇൻറ്റഗ്രേഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൂടെ ആഡ് ചെയ്യണം. പ്ലസ് എ കോൺസ്റ്റൻറ്റ്. സോ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഇസ് ഗിവൺ ആസ് u ഈക്വൽ ടു മൈനസ് 2x സ്ക്വയർ വൈ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ആൻസർ സെക്കൻഡ് വൺ. അതിന് ആൻസർ മക്കളെ സെക്കൻഡ് വൺ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. A ring of radius r rolls without slipping on a rough horizontal surface with a constant velocity. The radius of curvature of the path followed by any particle of the ring at the highest point of its path will be. നമ്മുടെ റിങ് ഒരു സർഫസിലൂടെ റോൾ ചെയ്യുന്നുണ്ട്. പ്യുവർ റോളിംഗ് ആണ്. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഈ റിങ് ഈ സർഫസിലൂടെ ഇങ്ങനെ മക്കളെ റോൾ ചെയ്ത് പോകുന്നുണ്ട്. പ്യുവർ റോളിംഗ് ആണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ റിങ്ങിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലുള്ള പോയിന്റ്, ആ പോയിന്റ് ഫോളോ ചെയ്യുന്ന പാത്തിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണണം. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു പോയിന്റ് ഒരു പർട്ടിക്കുലർ പാത്ത് ഫോളോ ചെയ്യും. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The radius of curvature of the path followed by any particle of ring at the highest point of its path will be. മക്കളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ റോളിംഗ് വീലിൻ്റെ റിമ്മിന് മുകളിലൊരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻ്റ് ഒരു സൈക്ലോയിഡൽ പാത്തിലാണ് മൂവ് ചെയ്യുക. ആ കാര്യമൊന്നും നിങ്ങൾ വല്ലാണ്ട് ബോധർ ചെയ്യേണ്ട. ഞാൻ പറയുന്നത് നമുക്ക് ആദ്യം ഈ റോളിംഗ് മോഷനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. ബോഡി റോൾ ചെയ്യുന്നുണ്ട്. സെൻറ്റർ ഓഫ് മാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്താ മക്കളെ? v. ആൻഡ് ഒമേഗ ബി ദി ആംഗുലർ സ്പീഡ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ആക്ച്വലി റോളിംഗ് ഇസ് ദി കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ബോഡി റോൾ ചെയ്യുമ്പോൾ എന്താ മക്കളെ സംഭവിക്കുക? ബോഡി സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതിനൊപ്പം സെൻറ്റർ ഓഫ് മാസ് മുന്നോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടെ സെൻറ്റർ ഓഫ് മാസ് മുന്നോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? v. ആൻഡ് ആംഗുലർ സ്പീഡ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഒമേഗ. ഹിയർ ലുക്ക് അറ്റ് ബോട്ടമോസ്റ്റ് പോയിന്റ്.
ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ സ്ലിപ്പിംഗ് ഉണ്ടാവാൻ പാടില്ല. അതായത് ബോട്ടം മോസ്റ്റ് പോയിന്റ് നെറ്റ് വെലോസിറ്റി എന്താവണം? 0 ആവണം. ഈ ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ട് ബോട്ടം മോസ്റ്റ് പോയിന്റിന് വി എന്ന സ്പീഡ് നേരെ ഫോർവേഡ് ഡയറക്ഷനിൽ മുന്നിലോട്ട് കിട്ടും. റൊട്ടേഷണൽ മോഷൻ ഉള്ളത് കൊണ്ട് ഇതിന് ആർ ഒമേഗ എന്ന ടാൻജൻഷ്യൽ സ്പീഡ് പിറകോട്ട് കിട്ടും. ഇഫ് വി ഈക്വൽ ടു ആർ ഒമേഗ then net speed of bottommost point becomes 0. മക്കളെ v equal to r omega ആണെങ്കിൽ നമ്മുടെ bottommost പോയിന്റിൻ്റെ നെറ്റ് വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ആ കേസിൽ bottommost പോയിന്റിൽ സ്ലിപ്പിംഗ് ഉണ്ടാവില്ല. അതാണ് നമ്മുടെ റോളിംഗ് മോഷൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇഫ് v equal to r omega then the velocity of bottom point due to translation is cancelled by tangential velocity of bottom point due to rotation. In that case bottom point does not slip. And that motion is called pure rolling without slipping. Now look at topmost point. മക്കളെ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് നോക്കിയാൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് ട്രാൻസ്ലേഷൻ വഴി കിട്ടുന്ന വെലോസിറ്റിയും റൊട്ടേഷൻ വഴി കിട്ടുന്ന വെലോസിറ്റിയും സെയിം ഡയറക്ഷനിലാണല്ലോ. ഇവിടെ നമ്മൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിലോട്ട് നോക്കിയാൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് ട്രാൻസ്ലേഷൻ വഴി കിട്ടുന്ന വി എങ്ങനെയാണ് വരുന്നത്? ഫോർവേഡ് ഡയറക്ഷനിലാണ് വരുന്നത്. റൊട്ടേഷൻ വഴി കിട്ടുന്ന ടാൻജൻഷ്യൽ സ്പീഡ് ആർ ഒമേഗയും ഫോർവേഡ് ഡയറക്ഷനിലാണ്. സോ ദി നെറ്റ് സ്പീഡ് ഓഫ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് വി പ്ലസ് ആർ ഒമേഗ. നമ്മൾ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് നോക്കിയാൽ അവിടുത്തെ നെറ്റ് സ്പീഡ് എന്താണ്? വി പ്ലസ് ആർ ഒമേഗ അല്ലേ മക്കളെ? ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ട് വി മുന്നോട്ട് കിട്ടും, റൊട്ടേഷൻ ഉള്ളത് കൊണ്ട് ഈ ആർ ഒമേഗ എന്ന ടാൻജൻഷ്യൽ സ്പീഡ് മുന്നോട്ട് കിട്ടും. സോ നെറ്റ് സ്പീഡ് ഓഫ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇസ് വി പ്ലസ് ആർ ഒമേഗ. എറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ദി വെലോസിറ്റി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ആൻഡ് ടാൻജൻഷ്യൽ വെലോസിറ്റി ഡ്യൂ ടു റൊട്ടേഷൻ ആർ ഇൻ സെയിം ഡയറക്ഷൻ. മക്കളത് പ്യുവർ റോളിങ്ങിനുള്ള കണ്ടീഷൻ എന്താണ്? വി ഈക്വൽ ടു എന്താവണം? ആർ ഒമേഗ ആവണം. സോ വാട്ട് ഇസ് ദി നെറ്റ് സ്പീഡ് ഓഫ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്? നമ്മുടെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നെറ്റ് സ്പീഡ് എന്താ മക്കളെ? ആർ ഒമേഗ പ്ലസ് ആർ ഒമേഗ, ദാറ്റ് ഇസ് 2 ആർ ഒമേഗ. ഇനി നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഈ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ്റെയും റൊട്ടേഷൻ്റെയും കമ്പൈൻഡ് മോഷനാണ്. റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ്റെയും റൊട്ടേഷൻ്റെയും കമ്പൈൻഡ് മോഷനാണ്. ഈ ബോഡി റോൾ ചെയ്യുമ്പോൾ ബോഡി അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സസിന് ബൗട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം സെൻറ്റർ ഓഫ് മാസ് മുന്നോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഈ റോളിംഗ് വീലിൻ്റെ റിമ്മിന് മുകളിൽ നിങ്ങൾ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും ആ പോയിന്റിനൊക്കെ സെൻറ്ററിലേക്ക് ഒരു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാണും. ഹിയർ ബോഡി ഈസ് റോളിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഇവിടെ മക്കളെ വീൻ്റെ മാഗ്നറ്റ്യൂഡും ഒമേഗയുടെ മാഗ്നറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. പക്ഷേ ഈ ബോഡി സെൻറ്റർ ഓഫ് മാസിന് ബൗട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ പോയിൻറ്റ്സിനും സെൻറ്ററിലേക്ക് ഒരു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാണും. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കിയാൽ അവിടുത്തെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്തായിരിക്കും? ആർ ഒമേഗ സ്ക്വയർ. ടോപ്പ് മോസ്റ്റ് പോയിന്റ് നോക്കിയാൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആർ ഒമേഗ സ്ക്വയർ. ഈ ബോട്ടം പോയിന്റിനും സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ കാണും, ആർ ഒമേഗ സ്ക്വയർ. ഈ പോയിന്റിനും ഒരു സെൻറ്ററിലേക്ക് ആക്സിലറേഷൻ കാണും, ആർ ഒമേഗ സ്ക്വയർ. ഈ പോയിന്റ് ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ കാണും, ആർ ഒമേഗ സ്ക്വയർ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇൻ കേസ് ഓഫ് പ്യുവർ റോളിംഗ് ദി നെറ്റ് വെലോസിറ്റി ഓഫ് ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇസ് 0. ദി നെറ്റ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഓഫ് ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇസ് 0. ബട്ട് ബോട്ടം മോസ്റ്റ് പോയിന്റ് ഹാസ് നോൺ സീറോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. പ്യുവർ റോളിംഗ് ആണെങ്കിലും ബോട്ടം മോസ്റ്റ് പോയിന്റിൻ്റെ ടോട്ടൽ ആക്സിലറേഷൻ 0 അല്ല. ബോട്ടം മോസ്റ്റ് പോയിന്റിൻ്റെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആവുള്ളൂ. ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇസ് നോൺ സീറോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എനിവേ ലുക്ക് അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്. നിങ്ങൾ മക്കളെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോപ്പ് മോസ്റ്റ് പോയിന്റിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ്, പാത്തിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൻ്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ്? ആർ ഒമേഗ സ്ക്വയർ. ടോപ്പ് മോസ്റ്റ് പോയിന്റ് നെറ്റ് വെലോസിറ്റി എന്താണ്? വി ഡാഷ് അല്ലേ? ലെറ്റ് സ്മോൾ ആർ ബി ദി റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള പാർട്ടിക്കിളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് സ്മോൾ ആർ. ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള പാർട്ടിക്കിളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് സ്മോൾ ആർ. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ നമുക്ക് അങ്ങനെ എഴുതാം: സ്ക്വയർ ഓഫ് ദി നെറ്റ് വെലോസിറ്റി ഓഫ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ഇവിടുത്തെ നെറ്റ് വെലോസിറ്റി എന്താണ്? വി ഡാഷ്, അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ ഒരു പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്തിൻ്റെ ആ ഇൻസ്റ്റൻറ്റിലുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള പാർട്ടിക്കിളുടെ നെറ്റ് വെലോസിറ്റിയാണ് വി ഡാഷ്. ആ പാർട്ടിക്കിളുടെ ഇവിടെ നമ്മൾ പാത്തിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ സ്മോൾ ആർ. സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈക്വൽ ടു വി ഡാഷ് സ്ക്വയർ ബൈ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് വി ഡാഷ്? ആ വി ഡാഷ് എന്താ മക്കളെ? വി ഡാഷിൻ്റെ വാല്യൂ എന്തായിരുന്നു? ക്യാപിറ്റൽ ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. സോ വി ഡാഷ് സ്ക്വയർ ഈക്വൽ ടു
സോറി ദി വാല്യൂ ഓഫ് വി ഡാഷ് ഇസ് 2r omega. വി ഡാഷിൻ്റെ വാല്യൂ എന്താണ്? 2 times r omega ആണ്. നമ്മുടെ വി ഡാഷിൻ്റെ വാല്യൂ 2 times r omega. അത് സ്ക്വയർ ചെയ്ത് തന്നാൽ മക്കളെ കിട്ടുക 4r square omega square by small r equal to capital R into omega square. So the value of small r is 4 times capital R. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് സ്മോൾ ആറിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 4 times capital R എന്ന് കിട്ടും. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കാം. സ്മോൾ ആർ ഈക്വൽ ടു 4 times capital R. ഓപ്ഷൻ 3. അതിൻ്റെ ആൻസർ എന്താ നമുക്ക്? ഓപ്ഷൻ 3 ആണ്. നമുക്കിനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If uniform electric field E equal to E0 I cap plus 2 E0 J cap, where E0 is a constant, exists in a region of space, and at 0, 0, the electric potential V is 0. Then what is the electric potential at x0, 0? മക്കളെ നമ്മുടെ ഈ റീജിയണിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ചോ പൊസിഷനനുസരിച്ചോ വാരി ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്? E0 I cap plus 2 E0 J cap. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ് കമ്പോണൻറ്റ് E0 ആണ്, വൈ കമ്പോണൻറ്റ് എന്താണ്? 2 E0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മുടെ ഒറിജിനിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആണ്. 0, 0 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആണ്. വാട്ട് ഇസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് x0, 0? നമ്മളെന്താ കണ്ടുപിടിക്കേണ്ടത്? x0, 0 ആ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണണം. How to find the electric potential difference between this point x0, 0 and origin? മക്കളെ ഈ x0, 0 എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് വിളിക്കാം. ഈ പോയിന്റ് നമുക്ക് ക്യാപിറ്റൽ എ ആയിട്ട് എടുക്കാം. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ ഗ്രാഫ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ തന്നെ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് മക്കളെ ഒറിജിൻ. ഇതാണ് നമ്മുടെ പോയിന്റ് എ. ആ പോയിന്റ് എൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരുന്നു? x0 ആൻഡ് വൈ കോർഡിനേറ്റ് 0. ഈ പോയിന്റ് എയിലുള്ള പൊട്ടൻഷ്യൽ കാണണം. ഒറിജിനിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആണ്. സോ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ point A and origin is defined as the work done by an external agent against electric field to bring a unit positive charge from origin to point A with constant velocity. അതായത് മക്കളെ എ എന്ന പോയിന്റും നമ്മുടെ ഒറിജിനും തമ്മിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു +1 കുളം ചാർജിനെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നമ്മുടെ ഒറിജിന് എ എന്ന പോയിന്റിൽ എത്തിക്കാൻ എക്സ്റ്റേണൽ ഏജൻറ്റ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന വർക്കാണ്. സോ ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ഒറിജിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻറ്റ് എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് to bring a unit positive charge from origin to point A with constant velocity. What is the potential at A? Say VA. What is the potential at origin? 0. So what is the potential difference between A and origin? VA minus 0. This potential difference equals the work done by an external agent against electric field to bring a unit positive charge from origin to point A with constant velocity. മക്കളെ ഈ +1 കുളം ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. +1 കുളം ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യേണ്ട വർക്കാണ് കാണേണ്ടത്. സോ നെഗറ്റീവ് ഇ ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ചാർജ്. കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് വർക്ക് കാണാൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഇ ഡോട്ട് എസ് കണ്ടാൽ മതി. സോ വി എ ഈക്വൽസ് potential at A equals negative of what is the value of electric field? Electric field ന്റെ വാല്യൂ എന്താ മക്കളെ? വളരെ സിമ്പിൾ ആണ്. E0 I cap plus 2 E0 J cap dot what is the displacement of charge? +1 കുളം ചാർജിന് ഒറിജിൻ എയിലേക്ക് കൊണ്ടുപോയാൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? x0 ആണ്. x0 എന്ന് പറഞ്ഞാൽ x ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. സോ x0 ഇൻറ്റു I cap. ഇവിടെ നമ്മൾ ഫീൽഡിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനും വെക്ടർ ഫോർമുല എഴുതി. സോ വി എ ഈക്വൽ ടു മക്കളെ J.I 0 ആണ്, I.I 1 ആണ്. സോ ദറ്റ് ഇസ് E0 x0 വിത്ത് നെഗറ്റീവ് സൈൻ മൈനസ് E0 ഇൻറ്റു x0. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? മൈനസ് E0 x0 എന്ന് കിട്ടും. മൈനസ് E0 x0. സോ ഓപ്ഷൻ 2. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. നമ്മളത് കറണ്ട് ഇലക്ട്രിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
In the circuit shown in figure, find the current in branch AB of circuit. ഇവിടെ നമുക്ക് മക്കളെ ഈ എ ബി എന്ന ബ്രാഞ്ചിലുള്ള കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഡയഗ്രാം ഒന്ന് മാറ്റി ഒന്ന് വരയ്ക്കാം. മക്കളെ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ബി എന്ന ബ്രാഞ്ചിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ ബി എന്ന ബ്രാഞ്ചിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കാണണം. അപ്പോൾ നിങ്ങളൊന്ന് വളരെ നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. Here we can see a non-resistive wire between A and B. നമുക്ക് എയ്ക്കും ബിക്കും ഇടയ്ക്ക് റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു വയർ കാണാം. If 2 points in a given circuit are connected by zero resistance wire, then that 2 points are at same potential. ഒരു സർക്യൂട്ടിലുള്ള 2 പോയിന്റ്സ് നമ്മൾ റെസിസ്റ്റൻസ് ഇല്ലാത്ത വയർ കൊണ്ട് കണക്ട് ചെയ്താൽ ആ 2 പോയിന്റ്സിൽ മക്കളെ എന്ത് സെയിം ആകും? പൊട്ടൻഷ്യൽ സെയിം ആകും. അത്തരം പോയിന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റ്സ് എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു സർക്യൂട്ടിലുള്ള 2 പോയിന്റ്സ് റെസിസ്റ്റൻസ് ഇല്ലാത്ത വയർ കൊണ്ട് കണക്ട് ചെയ്താൽ ആ 2 പോയിന്റ്സിലും എന്ത് സെയിം ആകും? പൊട്ടൻഷ്യൽ സെയിം ആകും. ആ പോയിന്റ്സിനെ നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ എയിലും ബിയിലും സെയിം പൊട്ടൻഷ്യൽ ആകും. ഇപ്പം തന്നെ നമുക്ക് ഒരു സംശയം വരും, പിന്നെ എങ്ങനെയാണ് ഈ എന്ന് ബിയിലേക്ക് കറണ്ട് പോകുന്നത്? എങ്ങനെയാണ് ബിക്കും എയ്ക്കും ഇടയ്ക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ 0 ആണ്. എയും ബിയും ഒരേ പൊട്ടൻഷ്യലാണ്. പക്ഷേ എ ബി എന്ന വയറിൻ്റെ റെസിസ്റ്റൻസും 0 ആണ്. 0 റെസിസ്റ്റൻസ് ഉള്ളൊരു വയറിലൂടെ കറണ്ട് പോകാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെന്നില്ല. ഒരു ഡ്രൈവിംഗ് ഫോഴ്സും ഇല്ലാണ്ട് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു നോൺ റെസിസ്റ്റീവ് വയറാണ്, ഐഡിയൽ വയറാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്, റെസിസ്റ്റൻസ് 0 ആണ്, കറണ്ട് 0 ആവണമെന്നില്ല. V equal to I into R അല്ലേ? V0 R0 I വേണമെങ്കിൽ നോൺ 0 ആകാം. ഞാൻ ഈ സർക്യൂട്ടിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് മക്കളെ. ഈ ഒരു 20 വോൾട്ട് സെല്ല് ഞാൻ റെഫറൻസ് സെല്ലായിട്ട് എടുക്കുന്നു. ഈ 20 വോൾട്ട് സെല്ല് റെഫറൻസ് സെല്ലായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അസ്യൂം ചെയ്യുന്നു ഈ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിലുള്ള പൊട്ടൻഷ്യൽ പ്ലസ് 20 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ നെഗറ്റീവ് ടെർമിനലിലുള്ള പൊട്ടൻഷ്യൽ എന്താവണം? 0 വോൾട്ട് ആവണ്ടേ? പോസിറ്റീവ് ടെർമിനലിലുള്ള പൊട്ടൻഷ്യൽ പ്ലസ് 20 വോൾട്ട് ആണെങ്കിൽ നെഗറ്റീവിലുള്ള പൊട്ടൻഷ്യൽ 0 ആവണം. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 20 വോൾട്ട് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ സെല്ലുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു സെല്ല് മാത്രമേ റെഫറൻസ് സെല്ലായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ സെല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെല്ല് മാത്രമേ റെഫറൻസ് സെല്ലായിട്ട് എടുക്കാൻ പാടുള്ളൂ. അറ്റ് എ ടൈം ടേക്ക് ഓൺലി 1 സെൽ എസ് റെഫറൻസ് സെൽ, അല്ലെ തെറ്റും മക്കളെ. ഇത് പ്ലസ് 20 വോൾട്ട് ആണെങ്കിൽ നമ്മുടെ എയിലുള്ള പൊട്ടൻഷ്യലും എന്തായിരിക്കും? പ്ലസ് 20 വോൾട്ട് തന്നെ ആയിരിക്കും. കാരണം എയും ബിയും നമ്മൾ റെസിസ്റ്റൻസ് ഇല്ലാത്ത വയറുകൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റ്സ് ആണ്. ഇത് 0 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 0 വോൾട്ട്, ഇവിടെ 0 വോൾട്ട് വരില്ല, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മക്കളെ പ്ലസ് 20 വോൾട്ട് ആണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പ്ലസ് 20 വോൾട്ട്. ഈ നോഡിലുള്ള പൊട്ടൻഷ്യൽ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ഇതിന് നമ്മൾ നോഡെന്ന് വിളിക്കും. ദി ജംഗ്ഷൻ അറ്റ് വിച്ച് മോർ ദാൻ 2 സർക്യൂട്ട് എലമെൻറ്റ്സ് ആർ ജോയിൻറ്റ്. രണ്ടിലധികം സർക്യൂട്ട് എലമെൻറ്റ്സ് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ജംഗ്ഷനെ നമുക്ക് നോഡെന്ന് വിളിക്കാം. ആ നോഡിലുള്ള പൊട്ടൻഷ്യലാണ് മക്കളെ എക്സ്. ഇനി ഈ ഒരു ജംഗ്ഷൻ ഒരിക്കലും കറണ്ട് സോഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ജംഗ്ഷൻ ഒരിക്കലും ചാർജ് ക്രിയേറ്റ് ചെയ്യാനോ ചാർജ് ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. സോ ദി ആൾജിബ്രായിക് സം ഓഫ് ദി ടോട്ടൽ കറൻറ്റ്സ് എമേർജിങ് ഫ്രം ദിസ് നോഡ് ഷുഡ് ബി 0. മക്കളെ, ആ നോഡിനൊരിക്കലും കറണ്ടിൻ്റെ ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. നോഡിനൊരിക്കലും ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നോഡിൽ നിന്ന് എമർജ് ചെയ്യുന്ന കറണ്ടിൻ്റെ ആൾജിബ്രായിക് സം എന്താവണം? 0 ആവണ്ടേ. ഞാൻ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ആണ് പറയുന്നത്. Let us assume that nodal potential is higher as compared to all other potentials. ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ എക്സിൻ്റെ വാല്യൂ ഈ 20യേക്കാളും കൂടുതലാണ്, ഈ എക്സിൻ്റെ വാല്യൂ ഈ 20യേക്കാളും കൂടുതലാണ്, ഈ എക്സിൻ്റെ വാല്യൂ ഈ 0നെക്കാളും കൂടുതലാണ്. അങ്ങനെ വെറുതെ അസ്യൂം ചെയ്യാണ്. ആ നോഡൽ പൊട്ടൻഷ്യൽ എല്ലാ നെയ്ബറിംഗ് പൊട്ടൻഷ്യലും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എമർജ് ചെയ്യുന്ന കറണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് എമർജ് ചെയ്യുന്ന കറണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് എമർജ് ചെയ്യുന്ന കറണ്ടും ആഡ് ചെയ്താൽ 0 എന്ന് വരണം. കാരണം ഈ ഒരു ജംഗ്ഷൻ ഒരിക്കലും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു കറണ്ട് സോഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ആണ് മക്കളെ നമ്മൾ പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് എമർജ് ചെയ്യുന്ന കറണ്ട് എന്താണ്? ദാറ്റ് കറണ്ട് ഈക്വൽസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സ് മൈനസ് 20 ബൈ റെസിസ്റ്റൻസ് 10 അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് എമർജ് ചെയ്യുന്ന കറണ്ട് എന്താ വരിക? എക്സ് മൈനസ് 20 ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് 10 പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് എമർജ് ചെയ്യുന്ന കറണ്ട് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സ് മൈനസ് 20 ബൈ റെസിസ്റ്റൻസ് 5 പ്ലസ് മക്കളെ ഇവിടുന്ന് ഇങ്ങോട്ട് എമർജ് ചെയ്യുന്ന കറണ്ട് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സ് മൈനസ് 0 ബൈ റെസിസ്റ്റൻസ് 10 എക്സ് മൈനസ് 0 ബൈ റെസിസ്റ്റൻസ് 10. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടണം. ഈ രണ്ട് സൈഡ് നിങ്ങളൊന്ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? എക്സ് മൈനസ് 20 പ്ലസ് ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ബൈ 5 2, സോ 2x മൈനസ് 40 പ്ലസ് ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ മക്കളെ കിട്ടുക? 10 ബൈ 10 1 x ഈക്വൽ ടു 0. എക്സ് പ്ലസ് 2x പ്ലസ് എക്സ് ദാറ്റ് ഇസ് 4x.
4x ഈക്വൽ ടു നമുക്ക് 60 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്കുള്ള കിട്ടുക 15 വോൾട്ട് എന്ന് കിട്ടി. ഇനി നമ്മൾ കറണ്ടിൻ്റെ ശരിക്കുള്ള ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ഞാൻ ആദ്യം അസ്യൂം ചെയ്തത് നോഡൽ പൊട്ടൻഷ്യൽ എല്ലാ നൈബറിംഗ് പൊട്ടൻഷ്യലിനും വലുതാണെന്നായിരുന്നു. പക്ഷേ ശരിക്കും അതങ്ങനെയൊന്നും ആവണമെന്നില്ല. എൻ്റെ ഒരു അസംഷനാണ്. കറണ്ട് ആക്ച്വലി ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഈ എക്സ് മക്കളെ 15 വോൾട്ട് എന്ന് കിട്ടി. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 15 വോൾട്ടാണ്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, 20 വോൾട്ടല്ലേ 15 വോൾട്ടിനേക്കാളും കൂടിയ പൊട്ടൻഷ്യൽ. 20 വോൾട്ട് ഇസ് മോർ ദാൻ 15 വോൾട്ട്. അപ്പോൾ ഇവിടെ കറണ്ട് മക്കളെ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക? നമുക്ക് ഈ കറണ്ടിനെ I1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി പിള്ളേർ ശ്രദ്ധിക്കുക, ഏതാണ് വലുത്? നമ്മുടെ ഈ എക്സ് 15ഉം ഇത് എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, I2. ഇനി 20 0ലും വലുതാണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, I3. ഓരോ കറണ്ട് നമുക്ക് ഈസി ആയിട്ട് കാണാം. I1 ഈക്വൽ ടു 20 മൈനസ് 15/10. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് 20 മൈനസ് 15/10. 20 മൈനസ് 15/10. മക്കൾ I1ൻ്റെ വാല്യൂ എന്താണ്? 20 മൈനസ് 15/10. 20 മൈനസ് 15 5/10 or 0.5 ആംപിയർ. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് I2? I2 എത്രയാണ്? നമുക്ക് I2ൻ്റെ വാല്യൂ നോക്കാം. I2 ഈക്വൽ ടു 20 മൈനസ് 15/5. 20 മൈനസ് 15/5. 5/5 1 ആംപിയർ. I3ൻ്റെ വാല്യൂ എന്താ മക്കളെ? I3 ഈക്വൽ ടു 20 മൈനസ് 0/5. 20 മൈനസ് 0/5 ദറ്റ് ഇസ് 4 ആംപിയർ. നമുക്കവിടെ I3ൻ്റെ വാല്യൂ 4 ആംപിയർ എന്ന് കിട്ടി. I2ൻ്റെ വാല്യൂ 1 ആംപിയർ എന്ന് കിട്ടി. മക്കളെ ഈ കറണ്ട് 1 ആംപിയറും ഇത് 4 ആംപിയറുമാണ്. ഇങ്ങ് പോകുന്ന കറണ്ട് 1 ആംപിയറും താഴേക്ക് പോകുന്ന കറണ്ട് 4 ആംപിയറും. അങ്ങനെ വരണമെങ്കിൽ ബി നേലേക്ക് ഒരു 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യണ്ടേ? സിമ്പിൾ ലോജിക്കാണ്. 5 ആംപിയർ ഫ്ലോ ചെയ്യണം. അതിൽ നമ്മുടെ 1 ആംപിയർ കറണ്ട് ഇങ്ങ് മുകളിലേക്ക് പോയി, ബാക്കി 4 ആംപിയർ ഇങ്ങ് താഴേക്ക് പോയി. 5 ആംപിയർ ഈക്വൽസ് I2 പ്ലസ് I3. ഈ കറണ്ട് എന്താണ്? 5 ആംപിയർ ആവണ്ടേ? അതിൽ 1 ആംപിയർ ഇങ്ങ് പോയി, താഴേക്ക് 4 ആംപിയർ വന്നു. സിമ്പിളായിട്ട് നമ്മൾ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. സോ ദി എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ഫ്രം ബി ടു എസ് 5 ആംപിയർ. അവിടെ ബി നേലേക്കാണ് കറണ്ട് പോകുന്നത്. കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? 5 ആംപിയർ ആണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനാണ് മക്കളെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എ 1 microfarad capacitor is connected in the circuit shown below. The EMF of cell is 2 volt and internal resistance is 0.5 ohm. The resistors R1 and R2 have values 4 ohm and 1 ohm respectively. The charge on capacitor in steady state. ഒന്നുമില്ല മക്കളെ, സ്റ്റഡി സ്റ്റേറ്റിലെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് കാണണം. അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് വരയ്ക്കാം. നമ്മുടെ സെല്ലിൻ്റെ EMF എന്തായിരുന്നു? EMF ഓഫ് സെൽ ഇസ് ഹൗ മച്ച്? 2 വോൾട്ട്. ഈ സെല്ലിൻ്റെ EMF 2 വോൾട്ട് ആണ്. ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താ മക്കളെ? 0.5 ohm ആണ്. Here we can see a 1 microfarad capacitor. ഇവിടെ നമുക്കൊരു 1 microfarad capacitor കാണാം. What is the value of R1? കപ്പാസിറ്ററിൻ്റെ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്? 4 ohm. And what is the value of R2? നമ്മുടെ R2 എത്രയാണ് മക്കളെ? R2 1 ohm ആണ്. കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇനിഷ്യലി ചാർജിങ് കറണ്ട് ഫ്ലോസ് ത്രൂ ദി കപ്പാസിറ്റർ. ഇനിഷ്യലി മക്കളെ കപ്പാസിറ്ററിലൂടെ ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷേ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മിഡിൽ ബ്രാഞ്ചിലൂടെ കറണ്ട് പോവില്ല. നമ്മുടെ ഇനിഷ്യലി കപ്പാസിറ്ററിലൂടെ ഒരു ചാർജിങ് കറണ്ട് പോകും. പക്ഷേ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ DC ബ്ലോക്ക് ചെയ്യും. പിന്നെ നമ്മുടെ മിഡിൽ ബ്രാഞ്ചിലൂടെ എന്ത് പോവില്ല? കറണ്ട് പോവില്ല. ഇങ്ങനെ കപ്പാസിറ്റർ മക്കളെ ഫുള്ളി ചാർജ്ഡ് ആയാൽ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മളതിന് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് നമ്മുടെ ലോവർ ബ്രാഞ്ചിലൂടെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനിഷ്യലി ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് മക്കളെ കോൺസ്റ്റൻ്റ് അല്ല. കാരണം ഇനിഷ്യലി കപ്പാസിറ്ററിലൂടെ ഒരു ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്യും. അതൊരു വാരിയിങ് കറണ്ടാണ്. പക്ഷേ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മിഡിൽ ബ്രാഞ്ചിലൂടെ കറണ്ട് പോവില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ കറണ്ട് ലോവർ ബ്രാഞ്ചിലൂടെ പാസ് ചെയ്യും. ആ കേസിൽ ടോട്ടൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി സ്റ്റഡി സ്റ്റേറ്റിലെത്തി. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിലെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജാണ് കാണേണ്ടത്. അതിന് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിലെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. നമുക്ക് ഈ ഒരു പോയിന്റിനെ A എന്നും ഈ പോയിന്റിനെ B എന്നും ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു.
What is the potential difference between A and B by considering the lower branch? മക്കളെ എന്താണ് വി എ മൈനസ് വി ബി? നമ്മൾ ഈ ലോവർ ബ്രാഞ്ചിനെ ക്രോസ് ആയിട്ട് ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. കറണ്ട് ഐ ഇൻറ്റു ദി റെസിസ്റ്റൻസ് ഇൻ ലോവർ ബ്രാഞ്ച് 1. വി എ മൈനസ് വി ബി ഐ ഇൻറ്റു 1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായി കാണണം അതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കറണ്ട് ഈക്വൽ ടു ഇ എം എഫ് ഓഫ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി പാത്ത് ഓഫ് കറണ്ട്. കറണ്ട് കാണാൻ സെൽ ഇ എം എഫിനെ കറണ്ട് പോകുന്ന വഴിക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കറണ്ട് കാണാൻ നിങ്ങൾ സെൽ ഇ എം എഫിനെ കറണ്ട് പോകുന്ന വഴിക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ സെൽ ഇ എം എഫ് എന്താ മക്കളെ? 2 വോൾട്ട് അല്ലേ? ഡിവൈഡഡ് ബൈ കറണ്ട് പോകുന്ന വഴിക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ ഈ ഒരു 1 ഓമിലൂടെ കറണ്ട് പോകുന്നുണ്ട്, 0.5 ഓമിലൂടെയും കറണ്ട് പോകുന്നുണ്ട്. ഈ 4 ഓമിലൂടെ സ്റ്റഡി സ്റ്റേറ്റിലെത്തിയാൽ കറണ്ട് പോകുന്നില്ല. അപ്പോൾ കറണ്ട് പോകുന്ന വഴിക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് 1 ഓം പ്ലസ് 0.5 ഓം അല്ലേ? Here same current is flowing through 1 ohm and 0.5 ohm. So they are in series combination. So the effective resistance is 1 plus 0.5, 1.5. So the value of current is how much? 2 by 1.5. ഇവിടെ മക്കളെ ഈ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2 by 1.5 ആണ്. So this is how much? 2 by 1.5. ആ വാല്യൂ നമുക്ക് അങ്ങനെ തന്നെ നിർത്താം. അവിടെ കിട്ടിയിരിക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ 2 by 1.5 ആണ്. That much ampere. So the potential difference between points A and B, നമുക്കതിനെ വി എ മൈനസ് വി ബി എന്ന് വിളിക്കാം. I into 1, that is 2 by 1.5. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ മക്കളെ? 2 by 1.5 ആണ്. ജസ്റ്റ് കൺസിഡർ ദിസ് മിഡിൽ ബ്രാഞ്ച്. ഈ മിഡിൽ ബ്രാഞ്ച് മക്കളൊന്ന് നോക്കിയേ. എന്താണ് വി എ മൈനസ് വി ബി? വി എ മൈനസ് വി ബി ഈക്വൽസ് ദി വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ഈ സ്റ്റഡി സ്റ്റേറ്റിലെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ വി എന്ന് എടുക്കുന്നു. സ്റ്റഡി സ്റ്റേറ്റിലെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. സോ വി പ്ലസ് വാട്ട് ഇസ് ദി പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 4 ഓം ഇൻ സ്റ്റഡി സ്റ്റേറ്റ്? സ്റ്റഡി സ്റ്റേറ്റിലെത്തിയാൽ പിന്നെ ഇതിലൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ ആ 4 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താ മക്കളെ? 0 into 4 ആണ്. ദറ്റ് ഇസ് ഈക്വൽ ടു ഈ 2 by 1.5നെ നമുക്ക് 4 by 3 എന്ന് എഴുതാം. So the potential difference across capacitor in steady state. Steady state കപ്പാസിറ്ററിനകത്ത് ചാർജ് സ്റ്റോർഡ് ആണ്. ആ സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി. സോ വി എ മൈനസ് വി ബി, വി എ മൈനസ് വി ബി ബൈ കൺസിഡറിങ് മിഡിൽ ബ്രാഞ്ച്. സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പ്ലസ് സ്റ്റഡി സ്റ്റേറ്റിൽ റെസിസ്റ്ററിലൂടെ കറണ്ട് പോകുന്നില്ല. അപ്പോൾ റെസിസ്റ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0 ആണ്. 0 into 4 equal to 4 by 3. സോ വി ഈക്വൽ ടു എന്താ മക്കളെ കിട്ടുക? 4 by 3 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4 by 3 വോൾട്ട് ആണ്. സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4 by 3 വോൾട്ട് ആണ്. സോ വാട്ട് എമൗണ്ട് ഓഫ് ചാർജ് സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ ഇൻ സ്റ്റഡി സ്റ്റേറ്റ്? അങ്ങനെയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിലെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും മക്കളെ? കപ്പാസിറ്റൻസ് സി ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കപ്പാസിറ്റർ. ഇതിൻ്റെ കപ്പാസിറ്റൻസ് 1 microfarad ആണ്. ഇൻറ്റു സ്റ്റഡി സ്റ്റേറ്റിലെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4 by 3 ആണ്. സോ ക്യൂ ഈക്വൽസ് 4 by 3 മൈക്രോകൂളം ഓർ 1.33 മൈക്രോകൂളം. ഇവിടെ ആൻസർ എന്താ വരിക? 1.33 മൈക്രോകൂളം എന്ന് കിട്ടും. നമുക്ക് ആൻസർ തേർഡ് ഓപ്ഷൻ കിട്ടും, 1.33 മൈക്രോകൂളം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. A particle with charge Q moving with a momentum P enters a uniform magnetic field normally. The magnetic field has magnitude B and is confined to a region of width D, where D is less than P by QB. The particle is deflected by an angle theta in crossing the field. Then what is the value of sin theta? നമുക്ക് ആ ഡയഗ്രം ഒന്ന് മാറ്റി ഒന്ന് വരയ്ക്കാം. Your magnetic field is confined in a region of വിഡ്ത്ത് ഡി. ഈ ശരിക്കും പറഞ്ഞാൽ മക്കളെ ഈ ഡി വിഡ്ത്തുള്ള റീജിയനകത്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കൺഫൈൻഡ് ആണ്. ഇവിടെ ഒരു ഇൻവേർട്ട് മാഗ്നറ്റിക് ഫീൽഡാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്ലെയിന് നോർമലായിട്ട് അകത്തേക്കാണ് ഫീൽഡ്. ഒരു പോസിറ്റീവ് ചാർജ് പി മൊമെൻറ്റത്തിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നങ്ങ് കയറുന്നുണ്ട്. നമ്മുടെ പോസിറ്റീവ് ചാർജ് ഒരു പി മൊമെൻറ്റത്തിൽ മക്കളെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നങ്ങ് കയറുന്നു. ചാർജ് ഇതാണ്ട് ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്കറിയാം ഈ ചാർജിന് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും. നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഇടത്തെ കയ്യിലുള്ള 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിക്കും. അതിൽ നമ്മൾ 4 ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വേണം പിടിക്കാൻ. 4 ഫിംഗർ നമ്മുടെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ, മിഡിൽ ഫിംഗർ ഈ ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ വേണം പിടിക്കാൻ. അതായത് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ വേണം മിഡിൽ ഫിംഗർ പിടിക്കാൻ. നെഗറ്റീവ് ചാർജാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മിഡിൽ ഫിംഗർ ചാർജിൻ്റെ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ പിടിക്കാൻ.
ദെൻ ഇറക്റ്റ് തം ഷോസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇവിടെ ഈ ഒരു ചാർജിന് മുകളിൽ എങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും? ഇപ്പോൾ ചാർജ് മക്കളെ അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒന്നും ഇങ്ങനെയാകും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് താണ്ട് എങ്ങനെ ആക്ട് ചെയ്യും? അപ്പോൾ ഈ ഒരു ഫീൽഡിനകത്തൂടെ ശരിക്കും ചാർജ് ഒരു സർക്കുലർ പാത്തിലല്ലേ മൂവ് ചെയ്യുക. നമ്മുടെ ഫീൽഡിനകത്തൂടെ ചാർജ് എങ്ങനെയാണ് മക്കളെ മൂവ് ചെയ്യുക? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അപ്പോൾ ഈ ചാർജ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്ത് നമ്മുടെ ഫീൽഡിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. ഈ ഇതിൻ്റെ വെലോസിറ്റിക്ക് ഉണ്ടായ ഡീവിയേഷൻ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറില്ല, ഇതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യില്ല. ബിക്കോസ് മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി ഓഫ് ചാർജ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് കനോട്ട് ഡു വർക്ക് ഓൺ ചാർജ്. ഹെൻസ് കൈനറ്റിക് എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് എല്ലായ്പ്പോഴും ചാർജിൻ്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറാണ്. മാഗ്നറ്റിക് ഫോഴ്സിന് ചാർജിന് മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ സ്പീഡ് ഡസ് നോട്ട് ചേഞ്ച്. മക്കളെ, ഞാൻ പറഞ്ഞത് ശരിക്കും മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലാണ്. ഇതിൻ്റെ ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ നിങ്ങൾ ഈ ഒരു പോയിന്റിലാണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെയാണ് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നങ്ങ് അസ്യൂം ചെയ്യാം. നന്നായിട്ട് മക്കൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ മക്കളെ? ക്യാപിറ്റൽ ആർ എന്നങ്ങ് അസ്യൂം ചെയ്യാം. റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തായാലും ഇതിന് ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഹൂ പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇവിടെ സർക്കുലർ മോഷനിൽ ആവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതാം. മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ്സ് ദി നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. മക്കളെ, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്? QVB sin 90 എന്നല്ലേ വരിക. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ മോഷന് പെർപെൻഡിക്കുലറാണ്. ചാർജ് മൂവ് ചെയ്യുന്ന പ്ലെയിനിന് നോർമലായിട്ട് ആ ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. സോ വിയും ബിയും തമ്മിലുള്ള ആംഗിൾ ഓൾവേസ് 90 ആണ്. ദി ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ചാർജ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഓൾവേസ് 90 ഡിഗ്രി. QVB sin 90 = mv²/r. ഇതിനകത്ത് മക്കളെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ sin 90 1 ആണ്. ഈ വിയും ഈ ഇവിടുത്തെ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ QB = mv/r എന്ന് കിട്ടും. സോ റേഡിയസ് ഓഫ് കർവ്ഡ് പാത്ത് ഈക്വൽസ് mv/QB. mv എന്താണ്? ഈ ചാർജിൻ്റെ മൊമെൻറ്റം അല്ലേ? സോ p/QB, മാസിൻ്റെ വെലോസിറ്റി ഇസ് മൊമെൻറ്റം. അങ്ങനെ നമുക്ക് ആ റേഡിയസിൻ്റെ വാല്യൂ, റേഡിയസ് ഓഫ് കർവേച്ചറിലെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് മൂവ് ചെയ്യുന്ന ആ ഒരു സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ മക്കളെ കണ്ടുപിടിക്കേണ്ടത് ഈ ചാർജിനുണ്ടായ ഡീവിയേഷനാണ്. മീൻസ് ഇതിൻ്റെ വെലോസിറ്റിക്കുണ്ടായ ഡീവിയേഷൻ. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വന്ന് കയറിയ വെലോസിറ്റി ഒരു തീറ്റ ആംഗിൾ മക്കളെ ഡീവിയേറ്റ് ചെയ്തു. അപ്പോൾ നന്നായിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു വെലോസിറ്റി വെക്ടറും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിൾ എന്താണ്? തീറ്റ. ഈ വെലോസിറ്റിക്ക് നോർമലായിട്ടാണ് ഈ റേഡിയസ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസും ഈ വെർട്ടിക്കലും തമ്മിലുള്ള ഈ ആംഗിളും മക്കളെ എന്താവണം? തീറ്റ ആവണ്ടേ? രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ രണ്ട് ലൈനിൻ്റെ നോർമൽ തമ്മിലുള്ള ആംഗിളും എന്തായിരിക്കും? തീറ്റ. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മാത്സ് ആണ്. ഇത് മക്കളെ തീറ്റ, ഇത് 90 മൈനസ് തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഇത് തീറ്റ, ഇത് 90 മൈനസ് തീറ്റ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്താവണം? തീറ്റ ആവണം. സോ here we can see a right angle triangle. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാം. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മുടെ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിയും ഹൈപ്പോട്ടനസ് എന്താണ്? ആറുമാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡി ആണ്. ട്രയാങ്കിളുടെ ഹൈപ്പോട്ടനസ് എന്താണ്? ആറാണ്. സോ സൈൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ഡി ബൈ ഹൈപ്പോട്ടനസ് ആർ. അപ്പോൾ നമുക്കിവിടെ സൈൻ തീറ്റൻ്റെ വാല്യൂ എന്താ കിട്ടുക? സൈൻ തീറ്റ = d/r. d/r. r is p/qb. d/p/qb. So sin theta = QBD/P. സൈൻ തീറ്റ എന്താണ് മക്കളെ? QBD/P ആണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. സൈൻ തീറ്റ = QBD/P. ഓപ്ഷൻ 1, സൈൻ തീറ്റ = QBD/P. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിക്കാം. ഹായ്, ഹലോ, മൈ നെയിം ഈസ് അജേഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1/9/2020 നടന്ന നമ്മളുടെ നീറ്റ് എക്സാം പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമ്മളിതിൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് നമുക്കത് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെയാണ്, ഫ്രം ദി ചാപ്റ്റർ തെർമോഡൈനാമിക്സ്.
which one of the following equations does not correctly represents the first law of thermodynamics? First law of thermodynamics for a given process involving an ideal gas. അവർ പറഞ്ഞിരിക്കുന്ന ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് മാച്ച് ആവാത്ത ഇക്വേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അസ്യൂം നോൺ എക്സ്പാൻഷൻ വർക്ക് ഇസ് ഈക്വൽ ടു 0. നമ്മൾ എക്സ്പാൻഷൻ വർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നോൺ എക്സ്പാൻഷൻ വർക്ക് നമ്മൾ അല്ലെങ്കിലും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നോൺ എക്സ്പാൻഷൻ വർക്ക് 0 ആയിട്ട് എടുത്തോളാൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോട്ട്. എൻ്റെ ഇക്വേഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫേർഡ്, ഡബ്ല്യു എന്ന് പറയുന്ന വർക്ക് ഡൺ. ഇപ്പോൾ ഇവർ 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് മാച്ച് ചെയ്യണം. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്ന ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ മീൻസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി ആണ്. അതായത് ഒരു റിയാക്ഷനിൽ നടക്കുന്ന ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് അതിലെ ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റിൻ്റെ അളവ് തന്നെയാണ്, ബട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഹീറ്റ് ട്രാൻസ്ഫർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എൻതാൽപ്പി ചേഞ്ച് എന്നാണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ് ഇവിടെ ആവശ്യം, കാരണം ഫസ്റ്റ് ലോയ്ക്കകത്ത് ഡെൽറ്റ യു എന്നുള്ള ടേമാണ്. സോ ഇവിടെ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി ആൻഡ് സി ഇസ് ദി ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി സിസ്റ്റം. സോ ക്യൂ വി ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇനി ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു 0, ദെയർഫോർ ഡെൽറ്റ യു ബിക്കം 0 ആയിട്ട് വരും. അങ്ങനെ ഡെൽറ്റ യു 0 ആയി കഴിഞ്ഞാൽ 0 ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ദെയർഫോർ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നുള്ള കണ്ടീഷൻ വരും. സോ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് ഡസ് നോട്ട് കറക്റ്റ്ലി റെപ്രസെൻ്റ് എന്നാണ്. അപ്പം നമ്മൾ ഇത് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ ദിസ് ഇസ് നോട്ട് യുവർ ആൻസർ. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി, ഹീറ്റ് ട്രാൻസ്ഫർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു സി വി delta T, and delta H is equal to QP, that is heat transferred at constant pressure, that is CP delta T. ഞാൻ അതും കൂടെ അങ്ങ് അഡീഷണൽ പറഞ്ഞെന്നുള്ളേ. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻ കറക്റ്റാണ്. ഇനിയുള്ളത് ഐസോകോറിക് പ്രോസസ്സാണ്. എന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് വെച്ചാൽ ഐസോകോറിക് പ്രോസസ് മീൻസ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഡെൽറ്റ ഇപ്പം നിങ്ങളോട് ചോദിക്കുക ഫോർ അൻ ഐസോതെർമൽ പ്രോസസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്, ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0 അങ്ങനെ ചോദിക്കാം. ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0, ഡി ടി ഇസ് ഈക്വൽ ടു 0, ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്കിത് കാണുമ്പം ഇതെല്ലാം ആൻസർ ആണല്ലോ എന്ന് തോന്നും. പക്ഷേ ആൻസർ ഇത് മൂന്നാമത്തെയാണ്. കാരണം നിങ്ങളുടെ റിയാക്ഷൻ തുടങ്ങുമ്പോൾ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണെന്ന് വിചാരിച്ചോ, റിയാക്ഷൻ തീരുമ്പോഴും 300 കെൽവിൻ തന്നെയാണ്. കാരണം ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഡെൽറ്റ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ചേഞ്ച് ചെയ്യാമെന്നാണോ? ഒരിക്കലുമല്ല. അതായത് 300 തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 320 എത്തി, പിന്നെ 340 എത്തി, പിന്നെ 290 എത്തി, പിന്നെ ലാസ്റ്റ് 300 എത്തിക്കഴിഞ്ഞാലും ഡെൽറ്റ ടി ഈക്വൽ ടു 0 പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്മോൾ ലെറ്റർ ഡെൽറ്റ, ദാറ്റ് മീൻസ് ഒരു ചെറിയ ടെമ്പറേച്ചർ ചേഞ്ച് പോലും വരാൻ പാടില്ല. സോ ശരിക്കും പറഞ്ഞാൽ ഐസോതെർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ഡെൽറ്റ ടി ഈക്വൽ ടു 0 ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡെൽറ്റ ടി ഈക്വൽ ടു 0 എന്ന് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇതാണ് മോർ അപ്രോപ്രിയേറ്റ്. ഇവിടെ അതുപോലെ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ വി 0 ആണ്. ഡെൽറ്റ വി 0 ആണെങ്കിൽ വർക്ക് ഉറപ്പായിട്ടും 0 ആയിരിക്കും, വെദർ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ. കാരണം റിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -2.303 NRT ലോഗ് V2 ബൈ V1 ആണ്. ഡെൽറ്റ വി 0 എന്ന് വെച്ചാൽ മീനിങ് എന്നാ V2 ആൻഡ് V1 സെയിം വരും. ഇത് രണ്ട് സെയിം വന്നാൽ ഇതിൻ്റെ വാല്യൂ 1 വരും. ലോഗ് 1ൻ്റെ വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ 0 വരും. അതുകൂടാതെ വർക്ക് ഇത് റിവേഴ്സിബിൾ വർക്കാണ്. ഇറിവേഴ്സിബിൾ വർക്കാണെങ്കിൽ -P ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി 0 ആണ് നമ്മളിപ്പോൾ എഴുതി, അപ്പോൾ ഇതും 0 വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ നിങ്ങൾ ഇത്ര ഒന്നും ചെയ്യേണ്ട. ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്ന ഉറപ്പായിട്ട് 0 ആയിരിക്കും. അങ്ങനെ വരുമ്പം ഇത് ഒന്നാമത്തെ ഓപ്ഷനാണ്. ഇത് രണ്ടാമത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് ലോ ബിക്കംസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്, ആൻഡ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു 0 വരും. സോ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ ആൻഡ് ദാറ്റ് ഈസ് ഫോർ ഐസോ കോറിക് പ്രോസസ്. അപ്പോൾ ഇവർ തന്നിരിക്കുന്ന റിലേഷൻ കറക്റ്റ് ആണ്, ബട്ട് ദിസ് ഇസ് നോട്ട് യുവർ ആൻസർ. അടുത്ത അഡയബാറ്റിക് പ്രോസസ്സാണ് ഓപ്ഷൻ 3. നിങ്ങൾക്കറിയാം അഡയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ നോ നെറ്റ് ഹീറ്റ് ഫ്ലോ, ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു 0. ദെയർഫോർ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ബിക്കംസ് ഡബ്ല്യു ഇറ്റ് സെൽഫ്, ബിക്കോസ് ക്യൂ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയുള്ള പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് അഡയബാറ്റിക് പ്രോസസ്. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു വരണം,
പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ യു ഇസിക്കൽ ടു -W ആണ്. ആ -W വന്നേനെ എങ്ങനെ നോൺ എക്സ്പാൻഷൻ വർക്ക് അല്ലെങ്കിൽ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ -ഓഫ് പോസിറ്റീവ് അങ്ങനെ വന്നേനെ. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് നോൺ എക്സ്പാൻഷൻ വർക്ക് എടുക്കണ്ട, അത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഡയബാറ്റിക് പ്രോസസ്സിൽ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് തെറ്റാണ്. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. നാലാമത്തെ ഓപ്ഷൻ കൂടെ നോക്കാം. സൈക്ലിക് പ്രോസസ്സ്. എന്താണ് സൈക്ലിക് പ്രോസസ്സ്? ഒരു പ്രോസസ്സ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറി തിരിച്ച് അവിടെ തന്നെ വരുന്നതിന് വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ്. ഇവിടുത്തെ ഇൻറ്റേർണൽ എനർജി U1 ആണെന്ന് വിചാരിച്ചോ. ഇവിടുത്തെ ഇൻറ്റേർണൽ എനർജി U2 ആണ്. ഇത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ഇൻറ്റേർണൽ എനർജി U1 തന്നെയായി. നിങ്ങൾക്കറിയാം U എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സോ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കണ്ടീഷൻ. സോ ഈ പോയിന്റിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഡെൽറ്റ U എന്നാ U2 - U1 ആയിരുന്നു. പക്ഷേ ഇവിടെ എന്ത് വരും? U1 - U1 വരൂ, വിച്ച് ഈസ് ഈക്വൽ ടു 0. കാരണം ഇനീഷ്യൽ കേസും ഫൈനൽ കേസും തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുന്നതുകൊണ്ട് സെയിം ആയിരിക്കും. സോ ഡെൽറ്റ U 0. ദെയർഫോർ ഫസ്റ്റ് ലോ ബിക്കംസ് ഡെൽറ്റ U is equal to Q plus W, 0 equal to Q plus W. ദെയർഫോർ അവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ മാച്ച് ആയില്ലെന്ന് നോക്കി, Q is equal to -W. സോ ഇതും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 4 അല്ല, ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. കറക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ 3 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ ഓപ്ഷൻ 3. ദെൻ നമ്മളുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ, അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഫോളോസ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തേം അല്ലേ? ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തേം, ദറ്റ് ഈസ് FAI, ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തേം. X is the mass of the adsorbed mass of the gas adsorbed on mass m of the adsorbent, that is x by m is equal to extent of adsorption അല്ലേ? extent of adsorption, and the plot of log x by m versus log p is shown in the graph. Then x by m is proportional to എന്നാണ് ചോദ്യം. നമുക്കറിയാം x by m equal to kp raised to 1 by n ആണ്. 1 by n ൻ്റെ വാല്യൂ 0 മുതൽ 1 വരെ, മോർ കറക്റ്റ്ലി ഇറ്റ് ഈസ് 0.1 to 0.5 ആണ്. ഇത് 1 by n ൻ്റെ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ n ൻ്റെ വാല്യൂ എന്നാ? 1 by n ൻ്റെ വാല്യൂ 0 to 1 ആണെങ്കിൽ ഇവിടെ 0 ഇൻഫിനിറ്റി ടു 1 കൊടുത്താൽ 1, ഇൻഫിനിറ്റി ടു 1 വരെ വരാം. 0 to 1 ആണ് ഏതിൻ്റെ വാല്യൂ? 1 by n ൻ്റെ വാല്യൂ. അപ്പോൾ n ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 1 by 0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. 1 by 1, ദാറ്റ് ഈസ് 1, ഇൻഫിനിറ്റി മുതൽ 1 വരെ വരും. ഇതാണ് n ൻ്റെ വാല്യൂ. ഇനി k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റാണ്. സോ ഇവിടെ നമ്മൾ ലോഗ് എടുക്കുമ്പം log x by m ഈക്വൽ ടു log k പ്ലസ് 1 by n log p എന്ന് വരുന്നു. നിങ്ങൾക്കറിയാം ഇത് y ആക്സിസിൽ വരയ്ക്കാൻ അവർ പറഞ്ഞു, log p x ആക്സിസിൽ വരയ്ക്കാൻ പറഞ്ഞു. സോ ദിസ് ഇസ് y is equal to mx plus c ആണ്. ആൻഡ് m is the slope of the line, c is the y intercept. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് അല്ലേ തന്നിട്ടുണ്ട്, അതിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗവും തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന x by m is proportional to എന്നാണ്. നോക്കി, ഈ ഇക്വേഷനിലെ കോൺസ്റ്റന്റ് എടുത്ത് മാറ്റിയാൽ x by m is proportional to p raised to 1 by n എന്ന് വരും. ഇനി ഈ 1 by n ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയാണേ, 1 by n എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സ്ലോപ്പാണ്. 1 by n is equal to സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഈസ് equal to tan theta ആണ്. ആൻഡ് ദിസ് ഇസ് തീറ്റ. tan theta is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് 2, അഡ്ജസൻറ്റ് സൈഡ് 3. സോ 1 by n ൻ്റെ വാല്യൂ 2 by 3. Therefore x by m is proportional to p raised to 2 by 3. ആൻസർ ഓപ്ഷൻ 3 വരും. സോ ദിസ് ഇസ് ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോത്തേം. വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ സർഫസ് കെമിസ്ട്രി. അടുത്ത ക്വസ്റ്റ്യൻ 12. എമംഗ് ദി ഫോളോയിങ് മോളിക്യൂൾസ് ഓർ അയോൺസ് C2 minus N2 minus O2 minus O2 which one is diamagnetic and has the shortest bond length? അപ്പം ഇത് MO തിയറിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഷോർട്ട് കട്ട് 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നിങ്ങളിവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എഴുതുക. ഇങ്ങനെ 8, 9, 10, 11, 12, 13, 14 ഇവിടെ എഴുതിയാൽ മതി. ഒരു ഗ്യാപ്പ് വിട്ടാറേ. 13ൻ്റെ നേരെ 15, 16, 17, 18, 19, 20. എന്നിട്ട് ഇതിൽ നിങ്ങൾ ബോണ്ട് ഓർഡർ കൊടുക്കണം. ബോണ്ട് ഓർഡർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ദിസ് ഇസ് ബോണ്ട് ഓർഡർ. ഇങ്ങനെ പോവാം. ഇത് ഇപ്പോൾ 8 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 0 ആണ്. എന്നിട്ട് നമ്മൾ 0.5 വെച്ച് ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് 0.5, 1, 1.5, 2, 2.5, 3 ഇവിടെ എഴുതാവുള്ളൂ. പിന്നെ ഈ 2.5 ഇതാണെങ്കിൽ ഇതും 2.5, ഇത് 2 ആണെങ്കിൽ ഇത് 2, 1.5, 1.5, ഇത് 1, ഇത് 1, 0.5, ദിസ് ഇസ് 0.5, ദിസ് ഇസ് 0, ദിസ് ഇസ് 0. ഇത് നിങ്ങളൊരു ഷോർട്ട് കട്ടാണ്, MO തിയറിയുടെ ഷോർട്ട് കട്ടാണ്. പിന്നെ ഇതിൽ 12, 14, 18
ഇവർ മാത്രം ഡയാമാഗ്നറ്റിക്, ബാക്കിയെല്ലാം പാര. ഇത് നമ്മളുടെ MO തിയറിയുടെ ഒറ്റ ഷോർട്ട് കട്ടാണ്. ഇനി ഇതിൽ വെച്ച് നിങ്ങൾ ഇത് നോക്കിയാൽ മതി. C2 2 മാൻസിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 12ഉം 2 ഇങ്ങോട്ട് വന്നു 14 ഇലക്ട്രോൺ. N2 2 മാൻസിൽ 14 ഓൾറെഡി ഉണ്ട്, 2 വന്നപ്പോൾ 16 ഇലക്ട്രോൺ. O2 16ഉം 2ഉം 18 ഇലക്ട്രോൺ. O2 16 ഇലക്ട്രോൺ. ഇനി നിങ്ങൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും 12ഉം 14ഉം 18ഉമാണ് ഡയ. അവർ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ഫോളോയിങ് ഈസ് ഡയ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 16ഉം കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് 14ഉം 18ഉമാണ്. ഇനി ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് നോക്കി, 14ൻ്റെ ബോണ്ട് ഓർഡർ ഇവിടെ നോക്കിയോ. 14ൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. ബോണ്ട് ഓർഡർ 3 ആണ്. 18ൻ്റെ ബോണ്ട് ഓർഡർ ഇതെവിടെ 1 ആണ്. ബോണ്ട് ഓർഡർ 1 ആണ്. ഇനി റൂള് ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബോണ്ട് ലെങ്ത് ഡിക്രീസസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് ഉള്ളത് C2 2 മൈനസ്, ആൻസർ ഓപ്ഷൻ 4. നമ്മളിത് MO തിയറിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. നിങ്ങൾ ഈ ഒരു രീതി ഓർത്ത് വെച്ചിട്ട് അത് കൊടുത്ത് അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫുൾ എഴുതി നോക്കേണ്ട വരും, എഴുതി നോക്കാൻ പറ്റില്ല, നമുക്ക് ആകെ 1.5 മിനിറ്റിൽ ചെയ്ത് തീരില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ഇതും നമ്മളുടെ തെർമോഡൈനാമിക്സിൽ നിന്നാണ്. When water is heated, its entropy increase. The increase will be maximum at. അത് ചുമ്മാ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ പോലെയാണ് അല്ലേ. വെള്ളം നമ്മൾ ചൂടാക്കുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. എൻട്രോപ്പി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം എന്നാണ്. കുറേ ആൾക്കാർ ഇത് മിസ്അണ്ടർസ്റ്റുഡ് ആണ്. ചില സമയത്ത് ചില ആളുകൾ പറയുന്നത് എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിസോർഡർ ഓഫ് ദി സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ്. ഡിസോർഡറിനെ വിളിക്കുന്ന പേര് എൻട്രോപ്പി എന്നല്ല, മെഷർ ഓഫ് ഡിസോർഡർ, എത്രത്തോളം ഡിസോർഡർ ഉണ്ട് എന്ന് കാണിക്കുന്ന ടേമാണ് എൻട്രോപ്പി. അല്ലാതെ എൻട്രോപ്പി എന്ന് പറയുന്ന ഡിസോർഡർ അല്ല. അപ്പം നിങ്ങൾക്ക് വെള്ളം എന്ന് പറയുന്ന അത്യാവശ്യം ഓർഡർലി ഫാഷനിലിരിക്കുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐസ് സോളിഡ് സ്റ്റേറ്റ് ആണ്, അത് പക്ക ഓർഡേർഡ് ആണ്. പക്ഷേ വെള്ളം അത്ര ഓർഡേർഡ് അല്ല. നിങ്ങൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് വേപ്പറൈസേഷൻ നടന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറും. അങ്ങനെ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുക എന്ന് വെച്ചാൽ മീനിങ് എന്നാ? റാൻഡംനെസ് ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ എൻട്രോപ്പി കൂടും. ബോയിലിംഗ് പോയിന്റിലുള്ള പ്രത്യേകത എന്നാ? ബോയിലിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത് അയാളുടെ വേപ്പർ പ്രഷറും നമ്മളുടെ അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടെ ഈക്വൽ ആവുന്നു. സോ മോർ വേപ്പേഴ്സ് വിൽ ബി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദി എൻട്രോപ്പി വിൽ ബി മാക്സിമം അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അതൊരു കോമൺ സെൻസ് ആണ്. നിങ്ങൾ അതിനകത്ത് ഒരുപാട് തിയറി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. വെള്ളത്തിന് ചൂടാക്കുമ്പോൾ എൻട്രോപ്പി മാക്സിമം ഇൻക്രീസ് ചെയ്യണം എങ്കിൽ അത് ഏത് കണ്ടീഷനിലായിരിക്കും? ബോയിലിംഗ് പോയിന്റിലായിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 21, ആൻസർ ഓപ്ഷൻ 3. Then 25. For this elementary reaction, the order will be x plus z gives xz. നമുക്കറിയാം ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ. കൈനറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ഒരു എക്സ്പീരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. എക്സ്പീരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്കൊരു ഇക്വേഷനിലേക്ക് ഡയറക്റ്റ്ലി നോക്കി അതിൻ്റെ ഓർഡർ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് അല്ലേ. നമുക്കിതിൻ്റെ ഓർഡർ നേരെ എഴുതാൻ പറ്റില്ലല്ലോ, അതൊരു എക്സ്പീരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണെന്ന്. പക്ഷേ അവരൊരു സെൻറ്റൻസ്, ഒരു വാക്ക് തന്നിട്ടുണ്ട്, എലമെൻ്ററി റിയാക്ഷൻ. എലമെൻ്ററി റിയാക്ഷൻ എന്ന് വെച്ചാൽ മീനിങ് എന്നാ? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ലേ. എലമെൻ്ററി എന്ന് വെച്ചാൽ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. എന്താണ് പ്രത്യേകത? സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ എലമെൻ്ററി റിയാക്ഷൻ്റെ പ്രത്യേകത നമ്പർ ഓഫ് റിയാക്ടൻസും ഓർഡറും സെയിം ആയിരിക്കും. അതായത് എലമെൻ്ററി റിയാക്ഷൻ ആണ് എങ്കിൽ നമ്പർ ഓഫ് റിയാക്ടൻസ് എന്താണോ അത് തന്നെയാണ് ഓർഡർ. ദെയർഫോർ ഈ റിയാക്ഷൻ റേറ്റിനെ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഇസഡ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3 എന്ന് എഴുതാം. എലമെൻ്ററി റിയാക്ഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. അല്ലാതെ ആണെങ്കിൽ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല, റേറ്റിലോ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 25 ഫ്രം ദി ചാപ്റ്റർ കൈനറ്റിക്സ്. അടുത്ത 26. For the reaction C plus CO2 gives 2CO, the partial pressures of CO2 and CO are 2 and 4 atm respectively at equilibrium. The Kp of the reaction is. ഇത് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലാണ്. ഞാൻ ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ചാടി ഇതങ്ങ് എടുത്തെന്നുള്ളൂ. പക്ഷേ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിനകത്തൊന്നും ചെയ്യാനില്ല. സാധാരണ ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് പേടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത് ഇക്വിലിബ്രിയം കണ്ടപ്പോഴേ ഞാനത് ചാടി കയറി ഇതിനകത്തേക്ക് എടുത്ത് വെച്ചതാണ്, നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് 100% ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവർ തന്നിരിക്കുന്ന C plus CO2 gives 2CO. ഇത് സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഗ്യാസിൻ്റെ ടേംസിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നത് എങ്ങനെയാണ്? Kp, വിച്ച് ഈസ് ഇക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് CO ദ ഹോൾ സ്ക്വയർ ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് C എടുക്കാത്തത്? അത് സോളിഡ് ആയതുകൊണ്ട്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആൻഡ് CO ആർ 2 and 4 atm റെസ്പെക്റ്റീവ്ലി അറ്റ് ഇക്വിലിബ്രിയം.
അല്ലേ? ഇക്വിലിബ്രിയത്തിലെ പ്രഷർ തന്നെ വന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാർബൺ മോണോക്സൈഡിൻ്റെ 4, സോ 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 8 അല്ലേ? 16/2 വിച്ച് ഈസ് ഇക്വൽ ടു 8. ആൻസർ ഓപ്ഷൻ 4 വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 26 ആൻസർ ഓപ്ഷൻ 4 ഫ്രം ദി ചാപ്റ്റർ ഇക്വിലിബ്രിയം. ഇനിയുള്ളത് 27 ആണ്. What is the molar solubility of silver carbonate KSP 4 × 10⁻⁻13 in 0.1 molar Na2CO3 solution? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമാണ്. ഇത് നമ്മളുടെ അയണിക് ഇക്വിലിബ്രിയത്തിലെ സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്തു നിന്നാണ്. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കെങ്കിലും അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഇന്നത്തോടുകൂടി മാറ്റിക്കണം. Ag2CO3 എന്ന് പറയുന്ന സ്പൈറിംഗ്ലി സോലിബിൾ ആയിട്ടുള്ള ഒരു സോളിഡാണ്. ഇത് സോലിബിൾ ആയാൽ നമ്മൾ ഇതിനെ എഴുതുന്നത് 2 Ag+ ആൻഡ് ഒരു കാർബണേറ്റ് അയോൺ CO3 2- ആണ് അല്ലേ? അപ്പോൾ ഇത് സ്പൈറിംഗ്ലി സോലിബിൾ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ചോദിക്കട്ടെ, ഇയാളുടെ സോലിബിലിറ്റി 2s എന്ന് എഴുതാം. കാരണം ഒരു മോളിന് ഇപ്പം ഇയാളുടെ മോളാർ സോലിബിലിറ്റി അല്ലേ, മോളാർ സോലിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ എസ് ആണെന്ന് അസ്യൂം ചെയ്തു അല്ലേ? ഇത് നമ്മൾ അസ്യൂം ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് മോൾസ് അല്ലെങ്കിൽ എസ് ആണ് ഇയാളുടെ മൊളാരിറ്റി എങ്കിൽ ഇവിടെ 2 മോൾ Ag+ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ 2s എന്ന് എഴുതാം. ഇവിടെ 1 മോൾ CO3- ആയതുകൊണ്ട് നമുക്കിതിന് എസ് എന്ന് എഴുതാം. ഇനി പറഞ്ഞു K എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ഫൈൻഡിങ് ഔട്ട് സോലിബിലിറ്റി ആൻഡ് ദറ്റ് ഈസ് കോൾഡ് KSP വിച്ച് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ the whole square into concentration of CO3 2- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag2CO3 എന്ന് എഴുതാം. നിങ്ങൾക്കറിയാം ഇത് സോളിഡ് ആണ്, പക്ഷേ ഇത് രണ്ടും അക്വസ് ആണ്, നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ the whole square into concentration of CO3 2-. ഇത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ഇയാളുടെ നമ്മൾ 1 ആയിട്ടാണ് കണക്കാക്കാറ്, കാരണം ഇയാളൊരു സോളിഡ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ കിടക്കട്ടെ, KSPയുടെ ഇക്വേഷനായി. പക്ഷേ നിങ്ങൾ ഇയാളെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? 0.1 മോളാർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷനിലാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ എഴുതണം. 0.1 മോളാർ Na2CO3 സൊല്യൂഷനാണ്. ഇത് സ്പൈറിംഗ്ലി സോലിബിൾ അല്ല, ഇത് ഹൈലി സോലിബിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ എന്തുണ്ടാവും? 2Na+ ആൻഡ് CO3 2- ഉണ്ടായി. ഇവിടെ ഇയാളുടെ മൊളാരിറ്റി 0.1 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും 0.2 ആയിരിക്കും, ബിക്കോസ് 2 മോൾ ഉണ്ടായി. ഇവിടെ 1 മോളാകുമ്പോൾ 0.1 ആയി. അപ്പം നിങ്ങൾ ഈ 2 ഇക്വേഷനും കൂടെ ഒന്ന് മാച്ച് ആക്കി നോക്കിയോ. ഇവിടെ സിൽവർ കാർബണേറ്റിൽ നിന്ന് സിൽവർ അയോണും കാർബണേറ്റും, ഇവിടെ സോഡിയം കാർബണേറ്റിൽ നിന്ന് സോഡിയവും കാർബണേറ്റും. ഈ 2 സ്ഥലത്തും കോമൺ ആയിട്ടുള്ള അയോണാണ് കാർബണേറ്റ് അല്ലേ, കാർബണേറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ KSPയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പം KSP of Ag2CO3 which is equal to the concentration of Ag+. Ag+ന്റെ concentration 2s. So this is 2s the whole square into കാർബണേറ്റ് ഇവിടെ എസ് ആണ്, പക്ഷേ ഇവിടെ ഒരു 0.1 ഉണ്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് S + 0.1 വിച്ച് ഈസ് ഈക്വൽ ടു അവർ ഓൾറെഡി KSPയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4 × 10⁻⁻13. സോ ദിസ് ഇസ് 4 × 10⁻⁻13 വരും. ഇനി നിങ്ങൾക്കിത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറും. അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. S + 0.1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.1 ബിക്കോസ് ദിസ് സോലിബിലിറ്റി ഈസ് വെരി ലോ അല്ലേ? അതായത് സ്പൈറിംഗ്ലി സോലിബിൾ സോൾട്ട് ആകുമ്പം എസിൻ്റെ വാല്യൂ ഭയങ്കര കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ആ എസ് അങ്ങ് നെഗ്ലക്ട് ചെയ്തിട്ട് 0.1 എടുക്കാം. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ എടുത്തോ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. പറഞ്ഞ therefore 2s the whole square into 0.1 which is equal to 4 × 10⁻⁻13. ഇത് രണ്ടും കട്ടായി പോകുമ്പോൾ 10⁻⁻12 വരുന്നു. സോ 4s² ഈക്വൽ ടു 4 × 10⁻⁻12 വരും. 4 and 4 will be cancelled. S is equal to 10⁻⁻6 molar. So this is the molar solubility of silver carbonate. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 വരും. സോ വളരെ എളുപ്പമാണ്, ഓപ്ഷൻ 1 വരും. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടുത്തെ എസ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ 4s³ എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങനെ നെഗ്ലക്ട് ചെയ്തിട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ഫ്രം അയണിക് ഇക്വിലിബ്രിയം 27 ആൻസർ ഓപ്ഷൻ 1. Then we are moving into question number 34. Which of the following reaction is not correct എന്നാണ് ചോദ്യം. കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ 1 നിങ്ങൾക്കറിയാം ഇതൊരു ആൽക്കീൻ ആണ്, ഇവിടെ നടക്കുന്ന ബ്രോമിനേഷൻ ആണ്. ബ്രോമിനേഷൻ ആവുമ്പം ആൻറ്റി അഡീഷൻ ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ നിങ്ങൾ പരിചയമുള്ള റിയാക്ഷനാണ് ബ്രോമിനേഷൻ ആൻറ്റി അഡീഷൻ. ഒരു ബ്രോമിൻ ഇങ്ങനെ വരുമ്പം ഒരു ബ്രോമിൻ മുകളിൽ നിന്ന് വരും, ഒന്ന് താഴെ നിന്ന് വരുന്നു മുകളിൽ നിന്നും. അപ്പോൾ ഒരു ബ്രോമിൻ ഫ്രണ്ടിലോട്ടും ഒരു ബ്രോമിൻ ബാക്കിലോട്ടും. ഇത് കറക്റ്റ് റിയാക്ഷനാണ്, ബട്ട് വിച്ച് ഈസ് നോട്ട് യുവർ ആൻസർ.
രണ്ടാമത്തെ സെയിം സൈക്ലോപെൻറ്റീനിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്ന CH3COOOH ആണ്. ദിസ് ഇസ് കോൾഡ് പെറോക്സി അസറ്റിക് ആസിഡ് വിച്ച് ഇസ് എ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അങ്ങനെ വരുമ്പം നിങ്ങളുടെ സൈക്ലോപെൻറ്റീൻ എന്ന് പറയുന്നത് ആദ്യം ഈ PAAയുടെ പ്രസൻസിൽ ആദ്യം ഇതൊരു എപ്പോക്സൈഡ് ആയിട്ട് മാറും. എപ്പോക്സൈഡ് ആയിട്ട് മാറി ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, പിന്നെയാണത് OH മാറുന്നത്. അതും സ്റ്റീരിയോ കെമിക്കൽ റിയാക്ഷൻ ആണ്, ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും. ദിസ് ഇസ് ഓൾസോ കറക്റ്റ്, ബട്ട് ദിസ് ഇസ് നോട്ട് യുവർ ആൻസർ. HBRന്റെ അഡീഷൻ മാർക്കോണിക്കോസ് റൂൾ അനുസരിച്ച് ഇവിടെ മാർക്കോണിക്കോസ് റൂൾ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് ആൽക്കീൻ ഈസ് സിമെട്രിക്, എവിടെ വേണമെങ്കിലും വരാം. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്, വിച്ച് ഈസ് നോട്ട് യുവർ ആൻസർ. ഇനി നാലാമത്തെ റിയാക്ഷനിൽ ആസിഡ് ഹൈഡ്രേഷൻ ആണ്. അങ്ങനെ നോക്കുമ്പോൾ നോക്കി, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് വരും. ഈ നെഗറ്റീവ് കാർബാനിയോൺ ആണ്, വിച്ച് ഇസ് എ ടെർഷറി കാർബാനിയോൺ, അൺസ്റ്റേബിൾ ആണ്. നിങ്ങൾക്കറിയാം ടെർഷറി കാർബാനിയോൺസ് ആർ അൺസ്റ്റേബിൾ. അതുകൊണ്ട് റൂട്ട് 1 എന്ന് പറയുന്ന നോട്ട് പ്രിഫേർഡ് ആണ്. 1 എന്ന് പറയുന്ന റൂട്ട് നടക്കില്ല. നേരെ തിരിച്ച് ഇത് ഇങ്ങോട്ടാണ് മാറുന്നതെങ്കിൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും. അപ്പോൾ ടെർഷറി കാർബോക്യാറ്റോൺ കിട്ടും, വിച്ച് ഈസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ രണ്ടാമത്തെ റൂട്ടാണ് കൂടുതൽ പ്രിഫറബിൾ. അങ്ങനെ വരുമ്പം ഈ പ്ലസ് ചാർജ് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഹൈഡ്രേഷൻ OH അല്ലേ, അതൊന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ OH ഗ്രൂപ്പ് ഇവിടെ വേണം. ഇവിടെ ഒരിക്കലും OH ഗ്രൂപ്പ് വരത്തില്ല, കാരണം ഫസ്റ്റ് റൂട്ട് ഈസ് നോട്ട് പ്രിഫറബിൾ. സോ ഇത് തെറ്റായിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ ദിസ് ഇസ് യുവർ ആൻസർ. സോ ഇവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, നാലാമത്തെ ആളാണ് ആൻസർ. 34ാമത്തെ ക്വസ്റ്റ്യനിൽ നാലാമത്തെ. പിന്നെ ഈ PAA എന്ന് പറയുന്ന സാധനമില്ലേ, പെറോക്സി അസറ്റിക് ആസിഡ്, PBA പെറോക്സി ബെൻസോയിക് ആസിഡ്, MCPBA മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ്, ഇവരെല്ലാം വേറൊരു റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെയർ വില്ലീജർ ഓക്സിഡേഷൻ. മെയിൻലി കീറ്റോണുകൾ, കാർബണൈൽ ഗ്രൂപ്പുകളുടെ സൈഡിൽ ഓക്സിജൻ ഇൻസാർഷൻ നടത്തുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്, ബെയർ വില്ലീജർ ഓക്സിഡേഷൻ. അതിനുവേണ്ടി നമ്മൾ ഈ PAA യൂസ് ചെയ്യാറുണ്ട്. ഗിവൺ റിയാക്ഷൻ ഈസ് നോൺ ആസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കിയേ, ഇതൊരു കീറ്റോൺ ആണ്. ഇതിലേക്ക് C6H5COOOH ഇത് ബെൻസോയിക് ആസിഡ് ആണ്, പെറോക്സി ബെൻസോയിക് ആസിഡ്, ആൻഡ് ദിസ് ഇസ് കോൾഡ് പെറോക്സി ബെൻസോയിക് ആസിഡ് PBA. അപ്പോൾ കണ്ടോ, ഈ എവിടെയെങ്കിലും ഇവിടെ ഒരു ഓക്സിജൻ ഇൻസേർട്ട് ചെയ്യുന്നു. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ബെയർ വില്ലീജർ ഓക്സിഡേഷൻ ആണ്. ഇതിൽ പെറൈഡേറ്റ് ഓക്സിഡേഷൻ എന്നുള്ള ഓപ്ഷൻ നോക്കിയോ വേണ്ട. പെറൈഡേറ്റ് ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ യൂസിങ് പെറൈഡിക് ആസിഡ് HiO4. ഇവിടെ പെറൈഡിക് ആസിഡ് ഒന്നുമില്ല. HBZ റിയാക്ഷൻ നിങ്ങൾക്കറിയാം, ഹെൽവോളാട്ട് സിലൻസ്കി റിയാക്ഷൻ. അത് ആര് കാണിക്കുന്ന? കാർബോക്സിലിക് ആസിഡുകൾ കാണിക്കുന്നതാണ്. ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ഹൈഡ്രജൻ അയഡൈഡ് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് HBZ. ഓപ്പണർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് തന്നെയാണ്, ഓക്സിഡേഷൻ ഓഫ് കീറ്റോൺസ് ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഇത് പെറോക്സി ബെൻസോയിക് ആസിഡ്, അതായത് പെർ ആസിഡുകളെ ഉപയോഗിച്ചിട്ട് ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ, എസ്പെഷ്യലി കീറ്റോണിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത ഒരു ഓക്സിജൻ ഇൻസേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ബെയർ വില്ലീജർ ഓക്സിഡേഷൻ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കോമൺ റിയേജന്റ് എന്ന് പറയുന്നത്, വളരെ കോമൺ ആയിട്ടുള്ള റിയേജന്റ് ആണ് MCPBA, മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ്. മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ് അവിടെ ഓക്സിജൻ ഇൻസേർട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മളുടെ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. പറ്റുമെങ്കിൽ നിങ്ങളിതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇത് ചോദിക്കാതിരിക്കട്ടെ, ചോദിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിലും നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ പെറൈഡേറ്റ് ഓക്സിഡേഷൻ അല്ല, ബെയർ വില്ലീജർ ഓക്സിഡേഷനെ വിളിക്കുന്ന പേരാണ് ഇത്, ഓക്സിജൻ ഇൻസേർഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ഈ പെർ ആസിഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ. കീറ്റോണിൻ്റെ ഓക്സിഡേഷൻ ആണ്, ആൻഡ് ദിസ് ഇസ് കോൾഡ് ബെയർ വില്ലീജർ ഓക്സിഡേഷൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 35, ആൻസർ ഓപ്ഷൻ 2. Then 36, which is correct about SN2 reaction? നിങ്ങൾ ഈ SN1 ആൻഡ് SN2 റിയാക്ഷൻ്റെ കമ്പാരിസൺ പഠിച്ചിട്ടുണ്ടാവും. അതിൽ SN2 റിയാക്ഷൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ഓർത്താൽ മതി, ഇപ്പം ഒരു ചെറിയ കൊട്ടയ്ക്കകത്ത് ഒരു പൂച്ച ഇരിക്കുകയാണ്. ആ പൂച്ച ഇരിക്കുമ്പം വേറൊരു പൂച്ച ഈ സൈഡിൽ നിന്ന് ആ പൂച്ചനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ആ പൂച്ച എന്ത് ചെയ്യും? പതുക്കെ അവിടെ നിന്ന് കുറച്ച് സമയം കിടന്നതിന് ശേഷം അത് പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോകുന്നു. അങ്ങനെ പോയി കഴിയുമ്പം ഈ പൂച്ച കയറി വന്നിരിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് SN1 മെക്കാനിസം. കാരണം നമ്മൾ ആദ്യം ലീവിങ് ഗ്രൂപ്പ് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുക. പക്ഷേ SN2 നടക്കുന്ന എന്താ? ന്യൂക്ലിയോഫൈൽ വന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇടിച്ച് മറ്റേ ആളെ നിർബന്ധിച്ച് ഇറക്കി വിടും. അപ്പോൾ SN2ൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, അവിടെ ഒരു കൊട്ടയ്ക്കകത്തൊരു പൂച്ച ഇരിക്കുന്നു. ഒരു പൂച്ച എങ്ങനെ നടന്നു വരുമ്പം ആ പൂച്ച അവിടെ ഇരിക്കുന്ന കാണുന്നു. ഈ പൂച്ച അവിടെ ചെന്ന് അതിനെ മൂക്കൊണ്ട് തല കൊണ്ട് ഇടിച്ചിടിച്ച് അതിനെ ഇറക്കി വിട്ട് അവിടെ കയറിയിരിക്കുന്നു. അതാണ് SN2. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇറങ്ങിപ്പോയതിന് ശേഷം ക്ഷമയോടെ കാത്തിരുന്ന് കയറി ചെല്ലുന്ന SN1ഉം ഇടിച്ച് പുറത്തിയാടിക്കുന്ന SN2 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നോക്കിക്കോണേ, ഫസ്റ്റ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക്, ദെൻ ലീവിംഗ് ഗ്രൂപ്പ് ഡിപ്പാർട്സ്.
ഫസ്റ്റ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും, അതിനുശേഷമാണ് ലീവിംഗ് ഗ്രൂപ്പ്. അല്ല, രണ്ടും ഒരേ സമയത്തല്ല നടക്കുന്നത്. ബോത്ത് അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ലീവിംഗ് ഗ്രൂപ്പ് occur simultaneously, which is correct. Rate proportional to reactant 1 nucleophile 0, which is wrong because this is SN2 ആയതുകൊണ്ട് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് 2 തന്നെ വരണം. പക്ഷെ ഇവിടെ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ 1 ആണ്, തെറ്റാണ്. പാർഷ്യൽ റെസമൈസേഷൻ, നോ, പാർഷ്യൽ റെസമൈസേഷൻ അല്ല. SN2 നടക്കുന്ന തന്നെ ഇപ്പറേന്ന് ഇടിക്കുമ്പം അല്ലെ, ന്യൂക്ലിയോഫൈൽ ഇതിലേ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഇടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഗ്രൂപ്പുകൾ നേരെ അങ്ങോട്ട് തിരിയുന്നു. അംബ്രല്ല ഇൻവേർഷൻ, അവിടെ നടക്കുന്ന 100% ഇൻവേർഷൻ ആണ്. പാർഷ്യൽ റെസമൈസേഷൻ ഇസ് എ പ്രോപ്പർട്ടി ഫോർ SN1 ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ആണ്, 36. ദെൻ 40, നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. 40ാമത്തെ പ്രോഡക്റ്റ് ബെൻസീന്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തായിട്ട് CH3Cl ആൻഡ് AlCl3. പക്ഷെ പ്രാക്ടിക്കലി ഈ റിയാക്ഷൻ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താ എഴുതുക, ഇവിടെ CH3 എന്ന് എഴുതും അല്ലേ, ടോളുവീൻ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഈൽഡൊക്കെ ഭയങ്കര കുറവാണ്. ഇത് ഒരു മേജർ പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വളരെ കുറച്ചുണ്ടാവുള്ളൂ. കാരണം ഇവിടുന്ന് CH3+ ആൻഡ് Cl- ആണല്ലോ. അതിൽ CH3+ എന്ന് പറയുന്ന മീഥൈൽ കാർബോക്യാറ്റോണിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതുണ്ടാവില്ല കാര്യമായിട്ട്. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്ന ഈൽഡൊന്നും വളരെ കുറവാണ്. തിയറട്ടിക്കലി ഇങ്ങനെ എഴുതാമെന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്ലോറിൻ HNO വെച്ച് പാസ് ചെയ്യുമ്പം പറഞ്ഞ് എന്ത് കിട്ടും? ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ആണെങ്കിൽ ക്ലോറിൻ റിങ്ങിലോട്ടാണ് കയറുക. അങ്ങനെ വരുമ്പോൾ അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഇത് ഏതാ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ CH2 മാറി ഇവിടെ Cl വരുന്നു, ബെൻസൈൽ ക്ലോറൈഡ്. എന്നിട്ട് നമ്മളതിനെ എന്ത് ചെയ്തു? സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഏത് റിയാക്ഷൻ ആയിരുന്നു? വുഡ്സ് റിയാക്ഷനിൽ എന്ത് സംഭവിക്കും? ബെൻസീൻ റിങ് CH2 ആണല്ലോ, Cl മാറി അതുപോലെ തന്നെ ഒരു CH2 ബെൻസീൻ റിങ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 3. സോ ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിൻ്റെ ഈൽഡ് ഭയങ്കര കുറവാണ്. പക്ഷേ ഇവിടം തൊട്ട് ടൊളുവീൻ എടുത്തിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ ബെൻസീനെ ടൊളുവീൻ ആക്കാൻ വേണ്ടി നമ്മളിവിടെ എന്താ പറയുക, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ കുറച്ചുണ്ടാവുള്ളൂ, അത് ഓർത്തോണം. സോ ഇതൊരു മേജർ പ്രൊഡക്റ്റ്, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇത് മേജർ പ്രൊഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എ മേജർ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ട് ഈ ഓപ്ഷൻ കട്ട എഴുതിയേക്കരുത്. അത് മേജർ പ്രൊഡക്റ്റ് അല്ല ഒരിക്കലും കേട്ടോ, കാരണം CH3+ ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 40 ആൻസർ ഓപ്ഷൻ 3. ദെൻ വി ആർ മൂവിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 41. CH3 CH2 C ഡബിൾ ബോണ്ടോ H ഒരു ആൽഡിഹൈഡ് ആണ്. ഇതിനെ നമ്മൾ ആദ്യം പൊട്ടാസ്യം സയനൈഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് എന്താ ഉണ്ടാകുന്നത്? ഇതിൽ നിന്ന് HCN ഉണ്ടാകുന്നു. അങ്ങനെ HCN ഉണ്ടാകുമ്പം ഇത് മൈനസും ഇത് പ്ലസും, CN മൈനസും H+ഉം ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. എന്താ എൻ്റെ പേര്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ എന്ത് കിട്ടും? CH3 CH2 CH OH CN കിട്ടുന്നു. ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ LiAlH4 ആണ്, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. റിഡക്ഷൻ ആണ്, നമുക്കറിയാം. റിഡക്ഷൻ നടക്കുമ്പം CH3 CH2 CH OH അവിടെ നിൽക്കട്ടെ. CN ഗ്രൂപ്പ് വിൽ ബി റെഡ്യൂസ്ഡ് ടു CH2 NH2. ശരിയല്ലേ? CN എന്ന് വെച്ചാൽ C ട്രിപ്പിൾ N ആണോ. ആദ്യം ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് വരുമ്പം ഒരു ബോണ്ട് അവിടെ നിന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് ഇവിടെ ഓരോ H കയറും. അടുത്ത വീണ്ടും ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് വരുമ്പം ഒരു ബോണ്ടും കൂടെ ബ്രേക്ക് ആവും. എന്നിട്ട് CH2 NH2 ആയിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ CH2 NH2. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 1 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 41 ആൻസർ ഓപ്ഷൻ 1. രണ്ടാമത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് കണ്ടെയ്ൻ നൈട്രോജൻ വെൻ ഹീറ്റഡ് വിത്ത് NaNO2 ആൻഡ് HCl? NaNO2 and HCl will produce HNO2 and this reaction is called diazotization. And diazotization is actually for primary amines ആണ്. പ്രൈമറി അരോമാറ്റിക് അമീൻസ് ആണെങ്കിൽ ഡയസോണിയം സോൾട്ട് ഉണ്ടാവുന്നു, വിച്ച് ഈസ് സ്റ്റേബിൾ ആണ്. ആലിഫാറ്റിക് ആണെങ്കിൽ ഡയസോണിയം സോൾട്ട് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ആൽക്കഹോൾ ആണ്. ശരിയല്ലേ?
അപ്പോൾ ഇത് പ്രൈമറി അമീനാണ് ആൻഡ് ദിസ് ഇസ് ഓൾസോ പ്രൈമറി അമീനാണ്. ഇത് രണ്ടും സെക്കൻഡറി അമീൻസാണ്. അപ്പോൾ സെക്കൻഡറി അമീൻസിൻ്റെ പ്രത്യേകത അവർ നൈട്രോസോ ഗ്രൂപ്പിൽ വന്ന് നിൽക്കുക ചെയ്യുക. നിങ്ങൾ സെക്കൻഡറിയുടെ ഡയസോട്ടൈസേഷൻ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സെക്കൻഡറി ഉണ്ട്, നമുക്ക് പ്രൈമറി ആവശ്യമുള്ളൂ. സെക്കൻഡറി നൈട്രോസോ ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൽ വന്ന് നിൽക്കും. സോ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണ്ട, കാരണം ഈ രണ്ടിടത്തും നൈട്രജൻ അങ്ങനെ തന്നെ ഉണ്ടാവും നൈട്രോസോ ഗ്രൂപ്പായിട്ട്. അവർ ചോദിച്ചാൽ നൈട്രജൻ ഇല്ലാത്ത സ്ഥലം നോക്കിയേ, ഇത് അരോമാറ്റിക് ആണ്. ഇത് എന്തിലേക്ക് മാറി? ബെൻസീൻ ഡയസോണിയം സോൾട്ട്. ദിസ് ഇസ് ബെൻസീൻ റിംഗ് N2+ ആൻഡ് Cl- ആയിട്ട് മാറുന്നു. ഇറ്റ് കണ്ടെയ്ൻ നൈട്രജൻ. ഇറ്റ് ഈസ് സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ് ആണ് അല്ലേ. ഇതിന് റെസൊണൻസ് പോസിബിൾ ആണ്, സ്റ്റേബിൾ ആണ്. പക്ഷെ ഇത് അലിഫാറ്റിക് ആയതുകൊണ്ട് ദിസ് വിൽ ബി ഡയറക്ട്ലി കൺവേർട്ടഡ് ടു സൈക്ലോഹെക്സനോൾ. ഇതിനകത്ത് കണ്ടോ നൈട്രജൻ ഇല്ല. സോ നൈട്രജൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം, വിച്ച് ഈസ് ഡയസൈറ്റൈസേഷൻ. Then question number 45. Glucose on oxidation with nitric acid gives. നിങ്ങൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ആൽഡോ ഹെക്സോസ് ആണ് അല്ലേ. ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, പിന്നെ 6 കാർബൺ ആറ്റങ്ങളുണ്ട്. ആൽഡോ ഹെക്സോസ് ആണ്. നമ്മളത് എഴുതുന്ന രീതി എന്ന് വെച്ചാൽ ഇത് CHOയും ഇത് CH2OH ആണ് അല്ലേ. പിന്നെ ഇവിടെ 4 അസിമെട്രിക് കാർബൺ ആറ്റങ്ങളുണ്ട്. ഇതാണ് ഗ്ലൂക്കോസിന്റെ ഒരു സ്കെലറ്റൽ അറേഞ്ച്മെന്റ്. ഇപ്പം ഈ ഗ്ലൂക്കോസിനെ നിങ്ങൾ നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ? നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന എന്ത് റിയേജന്റ് ആണ്? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലേ. ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഈ ഓക്സിഡൈസിങ് ഏജന്റ് ഗ്രൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ CHO ഗ്രൂപ്പ് വിൽ ബി കൺവേർട്ടഡ് ടു COOH. ദിസ് ഈസ് ഓൾസോ കൺവേർട്ടഡ് ടു COH. കാരണം ഇത് പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പാണ്, ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. രണ്ടുപേരെയും ഇയാൾ വളരെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഗ്ലൂക്കാറിക് ആസിഡ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45 ആൻസർ ഓപ്ഷൻ 2. നിങ്ങൾക്കറിയാം മൊത്തം 16 ആൽഡോ ഹെക്സോസസ് ഉണ്ട്. ആൽഡോ ഹെക്സോസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആൽഡോ ഹെക്സോസ് എന്ന് പറയുന്ന മൊത്തം 16 എണ്ണം ഉണ്ട്. 8 ഡി ഐസോമറും 8 എൽ ഐസോമറും. ഇതാണ് സാധാരണ നാച്ചുറലി കാണുന്ന ആൾക്കാർ. ഈ എൽ ഐസോമേഴ്സ് വളരെ റയർ ആണ് ആൽഡോ ഹെക്സോസിൽ. അതിൽ ഈ ആൽഡോ ഹെക്സോസിലെ ആദ്യത്തെ ആളാണ് അല്ലോസ്, രണ്ടാമത്തെ ആള് ആൾട്രോസ് ആണ്, മൂന്നാമത്തെ ആള് ഗ്ലൂക്കോസ്, നാലാമത്തെ ആള് മാനോസ്, അഞ്ചാമത്തെ ആള് ഗ്യൂലോസ്, ആറാമത്തെ ആള് അയഡോസ്, ഏഴാമത്തെ ആള് ഗാലക്ടോസ്, എട്ടാമത്തെ ആള് താലോസ്. ഇങ്ങനെ മൊത്തം 8. ഇവർക്കെല്ലാം 8 എന്താ ഡി ഉണ്ട്, എല്ലും ഉണ്ട്. അപ്പോൾ ഇതിൽ അല്ലോസ്, ആൾട്രോസ്, ഗ്ലൂക്കോസ്, മാനോസ്, ഗൂലോസ്, അയഡോസ്, ഗാലക്ടോസ് ആൻഡ് താലോസ് ആണ്. ഇതിൽ എല്ലാവരുടെയും പ്രത്യേകത ഇവിടെ CHOയും ഇവിടെ CH2OH ആണ് എല്ലാവരുടെയും പ്രത്യേകത. പക്ഷേ ഇവർക്കെല്ലാം ഇതുപോലെ തന്നെ 4 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇങ്ങനെ 4 കൈറാൽ കാർബൺ ആറ്റം, ഇവിടെ 4 കൈറാൽ കാർബൺ ആറ്റം, 4 കൈറാൽ കാർബൺ ആറ്റം, ഇവിടെയും 4 കൈറാൽ കാർബൺ ആറ്റം അല്ലേ. കാരണം മൊത്തം 6 കാർബൺ ആറ്റം വേണമല്ലോ. ഇതെല്ലാം ഇവരുടെ സ്ട്രക്ചർ എല്ലാം ഒരുപോലെ ഇരിക്കും. ഇതിൻ്റെ എല്ലാം ഇതുണ്ടോ CH2, ഇത് CHO ആണ്, ഇത് CH2OH ആണ്, ഇത് CHO ആണ്, ഇത് CH2OH ആണ്. CHO, CH2OH, CH2OH, CHO, CHO, CH2OH, CHO, CH2OH, and this is also CHO, CH2OH. അങ്ങനെ മൊത്തം 8 പേരുണ്ട്. ഇതിൽ നമ്മൾ ഈ ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുക്കുമ്പോഴേ ഇവിടെ അതുപോലെ തന്നെ 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ, 4 കൈറാൽ കാർബൺ ആറ്റം ഉണ്ട്. അതിൽ നമ്മൾ സ്ട്രക്ചർ കൊടുക്കുമ്പം ഇതുണ്ടോ, ഇത് HOH, അപ്പോൾ ഇത് OH, H, ദെൻ HOH, അപ്പോൾ ഇത് OH, H, HOH, OH, H, HOH, OH, H. ഓൾട്ടർനേറ്റ് ആയിട്ട് മാറ്റി വിടണം. നമ്മുടെ ആദ്യത്തെ കൈറാൽ കാർബണിൽ Hൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് HOH, OHH, HOH, OHH ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തു. ഇനി നിങ്ങൾ രണ്ടെണ്ണം വീതം വരുമ്പോഴേ മാറ്റാൻ പാടുള്ളൂ. അപ്പം ഞാനത് വേറൊരു കളറിൽ കൊടുക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾ HOH, ഇവിടെ സ്റ്റാർട്ടിങ് HOH തന്നെ, പക്ഷെ അത് 2 എഴുതണം, HOH, HOH. അപ്പോൾ ഇവിടെയോ തിരിച്ച് OHH, OHH. അതുപോലെ തന്നെ ഇവിടെ HOH, HOH, OHH, OHH. ഇതാണ് രണ്ടാമത്തെ.
മൂന്നാമത്തെ നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ തന്നെ HOHൽ സ്റ്റാർട്ട് ചെയ്യണം, HOHൽ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ഒന്നിടവിട്ട് കൊടുത്തു, പിന്നെ 2 1 × 2 2 2 × 2 4, ഇനി 4 തവണ കൊടുക്കണം. HOH 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 എന്നിട്ട് തിരിക്കണം. ഇവിടെ എന്ത് വരും? OHH 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 OHH. അപ്പോൾ ഇവിടെ ആദ്യം 1 വീതം തിരിച്ചു, പിന്നെ 1 × 2 2 വീതം തിരിച്ചു, പിന്നെ 2 × 2 4 4 വീതം തിരിച്ചു. ഇനി നിങ്ങളിവിടെ അടുത്ത കാർബൺ ആറ്റത്തിലും ഇപ്പം 3 4ാമത്തെ ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത്, ഞാൻ വേറൊരു കളറിൽ എഴുതുവാണ്. ഇവിടെ നമ്മൾ HOH സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ ഇവിടെ ഇനി മാറ്റേണ്ട ആവശ്യമില്ല. മൊത്തം 4 × 2 എത്രയാ? 8 സ്ഥലത്ത് ഒറ്റ ചെയ്ത് കൊടുക്കുക. HOH 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 എല്ലാം നേരെ കൊടുക്കുക. അങ്ങനെ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് മൊത്തം നമ്മളുടെ 8 ആൽഡോ ഹെക്സോസ്. അതിൽ നമ്മളുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആളിതാണ്. ഗ്ലൂക്കോസിൻ്റെ ഇവിടെ മാത്രം OHH, ബാക്കിയെല്ലാം HOH ആണ്. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ഡിഫറെൻറ്റ് ആൽഡോ ഹെക്സോസസ്. അങ്ങനെ 8 എണ്ണം ഉണ്ട്. പിന്നെ ഇവരുടെ എല്ലാം OH നോക്കിയാൽ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എല്ലാവരുടെയും OH വലതുവശത്തല്ലേ നോക്കി. അവസാനം ഈ കാർബൺ ആറ്റത്തിൽ അവസാനം OH വലതുവശത്താണ്. 2 മൂന്നാമത്തെ ആളുടെയും 4ാമത്തെ ആളുടെയും 5ാമത്തെ ആൾ 6ാമത്തെ ആൾ 7ാമത്തെ ആൾ 8ാമത്തെ ആൾ ഇവരെല്ലാം ഡി ഐസോമേഴ്സും ആണ്. ഇത് ഓർത്ത് വയ്ക്കണം. പിന്നെ ഇവരുടെ പേര് ഓർത്ത് വയ്ക്കണം. ഇതിന് ഇങ്ങനെ ഒരു ഇതും കൂടെ പറയാറുണ്ട്, അല്ലോസ് ആൻഡ് altrose gladly makes gum in gallon tanks. ചുമ്മാ ഒരു ഷോർട്ട് കട്ടാ. അല്ലോസ് ആൻഡ് ആൾട്രോസ് ഇത് തന്നെ. ഗ്ലാഡ്ലി ഗ്ലൂക്കോസ് മേക്സ് മാനോസ്, ഗമ്മ് ഗ്യൂലോസ്, ഇൻ അയഡോസ്, ഗാലൻ ഗാലക്ടോസ്, ടി ടാലോസ്. അങ്ങനെ ഒരു ഷോർട്ട് കട്ടും കൂടെ പറയാറുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. എഴുതുന്ന രീതി ഇങ്ങനെ. അപ്പോൾ ഇതിൽ അവർ ചോദിച്ചിരിക്കുന്ന ഇത് CHO ആൻഡ് CH2, ബാക്കിയുള്ള നിങ്ങൾ എഴുതുക ഗ്ലൂക്കാറിക് ആസിഡാണ്. 2 O ഗ്രൂപ്പുകളും COOHലോട്ട് കൺവേർട്ട് ചെയ്ത് മാറുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്തതും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്.